അടിസ്ഥാന സ്വഭാവം സ്നേഹമല്ല. ഞാനൊരു കാര്യം വിചാരിക്കുന്നത് ദൈവ സ്നേഹമാണെന്നുള്ളതുകൊണ്ട് അടിസ്ഥാന സ്വഭാവം ദൈവത്തിന്റെ സ്നേഹമാണ്. അല്ല, ദൈവത്തിന്റെ സ്നേഹമല്ല. അടിസ്ഥാന സ്വഭാവം സ്നേഹമല്ല. അടിസ്ഥാന സ്വഭാവം വിശുദ്ധിയാണ്. ആ വിശുദ്ധിയിൽ നിന്നുകൊണ്ടാണ് കർത്താവ് സ്നേഹിക്കുന്നത്. ആ വിശുദ്ധിയിൽ നിന്നുകൊണ്ടാണ് കർത്താവ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത്. അവൻ വിശുദ്ധിയിൽ നിന്നുകൊണ്ടാണ് ദൈവം ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ദൈവമക്കളുടെ കാര്യത്തിന് വരുമ്പോൾ കർത്തദാസൻ പറഞ്ഞ നാട്ടുകാരുടെ കാര്യത്തിന് വേണ്ടി എന്ത് പ്രാർത്ഥിച്ചാലും നന്ദി ചെയ്യും. ആരുടെ നേരത്തെ പറഞ്ഞ പോലെ യേശുവിനെ ശ്രമിക്കുമാകുന്ന എഴുതി വരുന്ന വ്യത്യാസം എല്ലാം വരച്ചിട്ട് അത് ശ്രമിക്കുന്ന നടന്നിരിക്കും. ഒരു വ്യവസ്ഥയില്ല. ദൈവത്തിന് അവിടെ വ്യവസ്ഥകൾ കൂടാതെ കർത്താവ് ചെയ്യും. അവസ്ഥകൾ കണ്ട് വ്യവസ്ഥയില്ലാതെ കർത്താവ് പ്രവർത്തിക്കപ്പെടും. നേരത്തെ പറഞ്ഞ ക്യാൻസർ രോഗം ഇതെല്ലാം നമുക്ക് അറിയിക്കും. പക്ഷെ ദൈവജനത്തിന്റെ വിഷയം വരുമ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്നില്ല? ഉപസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പല കാര്യങ്ങൾ ചെയ്തിട്ട് ദൈവം അനങ്ങുന്നില്ല. ചില വിഷയങ്ങൾ എന്താ കാര്യം അറിയാമോ? ദൈവം ദൈവത്തിന് വന്നിരിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്. ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് ദൈവം പ്രവർത്തിക്കും. ആ വ്യവസ്ഥ വിട്ട് കർത്താവ് ചെയ്യില്ല, ആനങ്ങില്ല. ദൈവത്തിന് ചെയ്യാൻ പറ്റില്ല. ദൈവം അത് ചെയ്തു കഴിഞ്ഞാൽ മറുഭാഗത്ത് പിശാച് എന്ന് പറയും, നീ നീതിയുള്ളവനാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നീ നീതിയുള്ളവനാണെങ്കിൽ അവൻ നിന്റെ മോൻ എന്ന് പറഞ്ഞ ആള് ഈ കാര്യം ചെയ്യുന്നെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നീ അത് പ്രവർത്തിക്കണമെങ്കിൽ നീ അനീതിയുള്ളവനാണെന്ന് പറഞ്ഞ് ദൈവത്തിന് മുഖത്ത് പറഞ്ഞു. അതുകൊണ്ടാണ് ദൈവമക്കൾ ദൈവത്തിന്റെ വചനപ്രകാരം ജീവിതത്തെ ക്രമീകരിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ദൈവത്തിന് പ്രവൃത്തി ഉൾപ്പെടും. അല്ലാതെ എന്തെല്ലാം കാണിച്ചാലും അവിടെ ദൈവം അനങ്ങില്ല എന്നുള്ള കാര്യത്തിന് 100% സത്യമായ കാര്യമാണ്. അതുകൊണ്ട് ദൈവമക്കൾ എന്ത് ചെയ്യണം? ഒരു വിഷയം വന്നാൽ, പ്രശ്നം വന്നാൽ എന്താ ചെയ്യേണ്ടത്? ദൈവമേ, എന്തുകൊണ്ടാണ് ഇത് വന്നത്? ഇത് എന്തെങ്കിലും ക്രമീകരണങ്ങളുണ്ടോ? എന്താണ് അന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് ആരോട് ചോദിക്കണം? ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം അത് കൃത്യമായി, ഒന്നെങ്കിൽ നമുക്കത് കൃത്യമായി ബോധ്യത്തിനും, അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവദാസന്മാരെ അയച്ചോ അല്ലെങ്കിൽ ദൈവമക്കളെ അയച്ചോ ഏതെങ്കിലും നിലയിൽ എന്ത് ചെയ്യും? ആ കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തുക. ആ ബോധ്യപ്പെട്ട് അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ചു വയ്ക്കുകയും അപ്പൊ തന്നെ പ്രവർത്തിക്കുള്ളൂ. കഴിഞ്ഞ ദിവസത്തിൽ ദൈവദാസന്റെ വീട്ടിൽ ഞാനും വേറെ ദൈവദാസനും കൂടി, അദ്ദേഹത്തിന്റെ വീട്ടില് മക്കള് കുഞ്ഞു മക്കളാണ്. അദ്ദേഹത്തിന് ഭയങ്കര പണി, ഭയങ്കര പ്രയാസമായിട്ട് ഇദ്ദേഹം എന്തെല്ലാം ചെയ്തിട്ടും ഒരു അനക്കമില്ല. പനി മാറില്ല, ഒരു അനക്കമില്ല. അപ്പൊ ഇദ്ദേഹം ഇരിക്കുമ്പോൾ തോന്നും കിടക്കാൻ പോകും, കിടക്കുമ്പോൾ തോന്നും ഇരിക്കണം തോന്നുമ്പോൾ കിടക്കണം, ചിലപ്പോൾ തോന്നും നടക്കണം. ചുരുക്കം പറഞ്ഞ് ഈ മനുഷ്യന് രാവും പകരുന്നില്ല, ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥയിൽ. അങ്ങനെ ഞങ്ങളെ നോക്കിയത്, ഞങ്ങളെ കൊണ്ടാക്കി, ഞങ്ങൾ 2 ദിവസം കൊണ്ടാക്കി, ചെറുപ്പക്കാരൻ ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് പറഞ്ഞു ദൈവദാസനോട് ഇരിക്കാൻ. എനിക്ക് രാവും പകരുന്നാതിരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു കർത്താവ് എനിക്ക് ഉറങ്ങണം. പിന്നെ ഇദ്ദേഹത്തിന്റെ വിഷയം എന്താണ് കർത്താവിന് ബോധ്യപ്പെടുത്തി തരാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചപ്പോൾ ഇദ്ദേഹം എന്താ അറിയാമോ? വേറൊരു ദൈവദാസനുമായിട്ട് ഉടക്കിയിരിക്കുക. വേറെ ദൈവദാസനായിട്ട് നല്ല ഉടക്കലാണ്. സ്വതന്ത്രം. ഞാൻ ദൈവദാസനോട് പറഞ്ഞു ഇപ്പൊ സുഖ, കാരണം ഇപ്പൊ പറഞ്ഞ ശരിക്ക് കേൾക്കും. മറ്റത് കേൾക്കില്ല. ആരും പുസ്തകത്തെ ദൈവദാസനാണ്. പക്ഷെ ഇപ്പൊ പറഞ്ഞെന്ത് ചെയ്യും? കാരണം ഇരിക്കുമ്പോൾ നിൽക്കും, കിടക്കുമ്പോൾ ഒന്നും നിൽക്കണമ്പോൾ ഒന്നും കിടക്കും. ചുരുക്കം പറഞ്ഞ പുള്ളി ഭയങ്കര അസ്വസ്ഥയില്ല. ഞാൻ ദൈവദാസനോട് സ്നേഹത്തോട് ദൈവദാസന് കാര്യം ചോദിക്കരുത്. സ്വതന്ത്രം, ഇന്നൊരു കാര്യമുണ്ട്, അത് നിങ്ങൾ ക്രമീകരിച്ചാൽ നിങ്ങളുടെ ഈ സ്റ്റോപ്പാവും. സ്വതന്ത്രം എന്തായാലും ദൈവദാസൻ മനസ്സിലോട്ട് ഞാൻ പറ്റില്ല, നിവൃത്തികേട് കൊണ്ട് പറഞ്ഞു. ഞാൻ വിളിച്ച് ക്രമീകരിച്ചോളൂ. ക്രമീകരിച്ചു, സ്റ്റോപ്പായി വിഷയം. സ്തോത്രം. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ വിശുദ്ധീകരണത്തിന്റെ അവസ്ഥയിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കും. സകല മനുഷ്യനോട് സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രായപ്പാൻ ഉത്സാഹിപ്പി. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ പറ്റില്ല. അത് പാസ്സാണെങ്കിലും സർവപാസ്സാണെങ്കിലും കാര്യമില്ല, ഒരു കാര്യമില്ല. അത് എത്ര വലിയ കുട്ടിയാന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല. ദൈവം പ്രവർത്തിക്കണമെങ്കിൽ അവൻ ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്കനുസരിച്ച് നാം വരാൻ തയ്യാറാകും. അതിനോട് സമർപ്പിക്കാനും, അത് സമ്മതിക്കാനും, ഏറ്റുപറയാനും, ക്രമീകരിക്കാനും തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടുത്തും. സകല മനുഷ്യനോട് സമാധാനമായിരിക്കും. ഒറ്റ വ്യക്തികളോട് പോലും ഒരു വാശിയോ അല്ലെങ്കിൽ ഉദ്ദേശമോ വെറുപ്പോ അല്ലെങ്കിൽ ഭാരമോ ചോദിക്കും. അങ്ങനെ ചെയ്താൽ ദൈവം കൂടെ നിൽക്കില്ല. ഞാൻ ഹൃദയത്തിൽ അകത്തി കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഭാരങ്ങളോ വിഷമങ്ങളോ ഒന്നും വെച്ചോ, ഇനി നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഭാരം വെച്ചുകൊണ്ട് നമ്മൾ നടക്കരുത്. സ്വതന്ത്രം. ആ ഭാരം വെച്ചുകൊണ്ട് നടന്നത് കുഴപ്പമെന്ന് അറിയാമോ?
നമ്മുടെ കർത്താവ് പറയുന്നു, നിന്റെ ഭാരം എന്ത് ചെയ്യാ, എന്റെ മേലെ എന്ത് ചെയ്യാ, വെച്ച് തരാൻ പറയുന്നുണ്ട്. നാട്ടോട് നമ്മുടെ ഭാരങ്ങൾ ചുമക്കാന്ന് പറയുന്നുണ്ട്. അധ്വാനിക്കുന്നതിന് ഭാരം ചുമന്നത് എല്ലാവരും എന്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ ഭാരങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾക്ക് ആശ്വാസം തരാന്നൊക്കെ വാക്ക് തന്നിട്ടുണ്ട്. നമ്മളത് വെച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ കഴിഞ്ഞ ദിവസം സഹോദരി ചോദിച്ചു, പക്ഷേ ചെറിയ കുറച്ച് ഭാരം വയ്ക്കുന്നോട് കുഴപ്പമുണ്ടോ ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചു. അപ്പൊ ഞാനൊരു അമ്മയല്ലേ, അതുകൊണ്ട് കുറച്ച് ഭാരം വയ്ക്കുന്നുണ്ട്. ഞാൻ എബ്രാലേഖനം വായിക്കാൻ പറഞ്ഞു. എബ്രാലേഖനം 11 വായിച്ചാൽ പറഞ്ഞു, സകല ഭാരവും, സകലമല്ല സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പൊ ആ സകല ഭാരവും വെക്കണം. അപ്പൊ അതുകൊണ്ട് ചെറിയ ഭാരം പോലും വെച്ച് നമ്മൾ നടക്കരുത്. എന്നെ കേൾക്കുന്ന സ്വന്തം നിങ്ങൾ അങ്ങനെ വെച്ചുകൊണ്ട് എന്തൊക്കെ സംഭവിക്കുന്നത് അറിയാമോ? നിങ്ങളുടെ ഭാരം ഏറ്റെടുക്കാൻ ഒരാളുണ്ട്. നിങ്ങൾ ഭാരം കൊടുക്കുകയാണെങ്കിൽ അത് ഏറ്റെടുക്കാൻ ഒരാളുണ്ട്. നിങ്ങൾ കൊടുക്കാതിരുന്നാൽ ഭാരം ഏറ്റെടുക്കാനും ഒരാളുണ്ട്. ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ഭാരം കർത്താവിലേക്ക് കൊടുത്താൽ ആ ഭാരം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന ഒരാളുണ്ട്. നിങ്ങൾ ഭാരം കൊടുക്കാതിരുന്നാലും നിങ്ങളുടെ ഭാരം ഏറ്റെടുക്കാൻ ഒരാളുണ്ട്. അതറിയാമോ? പിശാച. നിങ്ങൾ ഭാരം വെച്ചുകൊണ്ടിരുന്നാൽ ആ ഭാരം പുളിയേറ്റെടുക്കും. പുളിയേറ്റെടുത്താൽ കുഴപ്പമെന്നറിയാമോ? നമ്മുടെ മനസ്സും ചിന്തയൊക്കെ ആകെ അസ്വസ്ഥമാക്കി, ആകെ നിരാശയാക്കി, ഭയം കൊണ്ടുവന്ന് ആകെ അസുഖമാക്കി നമ്മളും അസ്വസ്ഥനാകും. നമ്മളും മാത്രം നമ്മുടെ വീട്ടിലുള്ള അസ്വസ്ഥവും. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ആരോടൊക്കെ ബന്ധപ്പെടുന്ന അവർക്കും അസ്വസ്ഥത നമ്മുടെ ജീവിതം. സ്വതന്ത്രം. അതേസമയം നമ്മുടെ ഭാരങ്ങൾ കൊടുത്താൽ നിന്റെ ഭാരം എന്റെ മേൽ വെച്ച് തരിക, ഞാൻ നിന്നെ പുലർത്തും. അടുത്തത്, നീതിമാൻ കുലുങ്ങിപ്പോകാൻ ഒരു നാളും സമ്മതിക്കുകയില്ല. കുലുങ്ങിപ്പോകുന്നുള്ള വിഷയങ്ങൾ വരും, ഭാരങ്ങൾ വരും, ഭാരപ്പെടുന്ന വിഷയങ്ങൾ, സാഹചര്യങ്ങൾ എല്ലാം വരും. പക്ഷേ കർത്താവ് പറഞ്ഞു, അത് എന്റെ കയ്യിലാണ് നീ ഇരുന്നെങ്കിൽ ഞാൻ നിനക്ക് കർത്താവിനെ ആശ്വാസം തരാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇവിടെ കർത്താവ് പറയാണ് പുലർത്താമെന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത, നമ്മൾ ഭാരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പക്ഷിയെ ഭാരം ഏറ്റെടുത്ത് മാത്രമല്ല, നമ്മുടെ കർത്താവ് ഞാൻ നിന്നെ പുലർത്താം. ഇനി കുലുങ്ങിപ്പോകാൻ ഒരു നാള് സമ്മതിക്കുകയില്ല. കുലുങ്ങിപ്പോകുന്ന സാഹചര്യങ്ങൾ വരാം, അങ്ങനെയുള്ള മേഖലകളെല്ലാം വരാം. പക്ഷെ കുലുങ്ങിപ്പോകാൻ കർത്താവ് സമ്മതിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ ഭാരങ്ങൾ ദൈവസന്നിധിയിൽ നിർത്തിയണം. ഈ ദിവസത്തിൽ കർത്താവിന്റെ കൊടുക്കുന്നത് ഈ ഭാരം വെച്ചുകൊണ്ടിരുന്നാൽ വേറെ കുഴപ്പം പറയും. ഈ മാത്രമല്ല, ഈ ഭാരം വെച്ചുകൊണ്ടിരുന്ന നമുക്ക് ആരോടെങ്കിലും ഇനി വേറെ ആരോടെങ്കിലും ഭാരം വെച്ചുകൊണ്ടിരുന്ന പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഓട്ടോമാറ്റിക്കലി കോപം. ഭാരം ആരോടെങ്കിലും വെച്ചുകൊണ്ടിരുന്ന ആ വ്യക്തിയോട് എന്തെങ്കിലും ചെറിയ ഭാരമുണ്ട്. അത് ഈ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത്. ഭാര്യ എന്തെങ്കിലും പറയുമ്പോൾ ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ വല്ല ഭാരം വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഭയങ്കര ഫീൽ ചെയ്യും. അതുപോലെ അവർ സംസാരിക്കുമ്പോൾ നമുക്ക് എപ്പോ പറയുമ്പോൾ കോപം വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് അങ്ങനെയൊന്നുമില്ലെന്നോ? അപ്പൊ ഭാരം വെച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ ഓട്ടോമാറ്റിക്കായിട്ട് കോപം വരും. അത് പാരമ്പര്യ പോരാട്ടം ഒന്നല്ല. ചിലര് പറയും അതിന്റെ പാരമ്പര്യമാണല്ലോ. അതാ അപ്പന് ഭയങ്കര കോപമായിരുന്നു, അപ്പാപ്പന് ഭയങ്കര കോപമായിരുന്നു, അപ്പന് കോപമുണ്ട്, അതെനിക്ക് കിട്ടിയത് ചിലതുകൊണ്ട്. അങ്ങനെ കിട്ടുന്നില്ല. ചില ഈ മിക്കവാറും ദൈവമക്കളുടെ വിഷയം എന്ന് പറയുന്നത് എന്തെങ്കിലും ഭാരങ്ങളും വിഷമോ ആരോഗ്യം വെച്ചുകൊണ്ടിരിക്കും. അത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തൊരു കോപം വരും. ഈ കോപം പെടുത്തിട്ട കുഴപ്പം എന്താ അറിയാമോ? നിങ്ങൾ വിചാരിക്കുന്നത് അയ്യോ ഒരു കോപം എന്റെ ചില ആളുകൾ പറഞ്ഞു എന്റെ ഭർത്താവിന് കുഴപ്പമൊന്നുമില്ല, മറ്റു മോശകരമായ സ്വഭാവമൊന്നുമില്ല, പക്ഷെ കോപം ഭയങ്കര കോപം, അത് മാത്രമേ ഉള്ളൂ. എന്തിനാ അധികം ബൈബിൾ പറഞ്ഞ ഒരു വാക്യം വായിച്ചിട്ട് എന്ത് ഇങ്ങനെയൊക്കെ പോകുന്നത് എന്നൊന്നും പറയാൻ വിചാരിച്ചല്ല. സ്വന്തം യാക്കോബിന്റെ 1:19 യാക്കോബിന്റെ 1-ാം തീയതി എന്തൊക്കെയോ ദൈവത്തോട് പ്രിയ സഹോദരന്മാരെ നിങ്ങൾ അത് അറിയുന്നുവല്ലോ. എന്നാൽ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറയുവാൻ താമസവും കോപത്തിന് താമസമുള്ളവൻ ആയിരിക്കട്ടെ. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിപ്പിക്കുന്നില്ല. ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പ്രവർത്തിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ നീതിയാണ്. ഇനി ദൈവത്തിന്റെ വേറെ നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവരാജ്യവും ഭക്ഷണവും പാനീയവും നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷമൊക്കെ. അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവിന്റെ സന്തോഷം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ആ സാന്നിധ്യം നമ്മിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ആ അനുഭവം നീതി എന്ന് പറയും. അപ്പൊ അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാതിരിക്കാൻ വേണ്ടി തടസ്സമായി നിൽക്കാൻ ആർക്ക് കഴിവുണ്ട്? നമ്മുടെ കോപത്തിന് കഴിവുണ്ട്. അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തിയെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയാതെ തടുക്കുവാൻ ആർക്ക് കഴിവുണ്ട്? നമ്മുടെ കോപത്തിന് കഴിവുണ്ടെങ്കിൽ നമ്മുടെ കോപം എത്ര ശക്തിയാണ്, ശക്തിയുള്ള സാധനം.
സദൃശ 27:3 പറയുന്നത് എങ്ങനെയാണ്? ക്രോധം ക്രൂരവും കോപം പ്രളയവുമാണെന്ന്. നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും സ്ഥലത്ത് ഭയങ്കര പ്രളയം ഉണ്ടായി, ഈ പ്രാവശ്യത്തെ പ്രളയം ഭയങ്കര അനുഗ്രഹമായെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല, ഒക്കെ നശിച്ചു. ഞാൻ ചെന്ന സ്ഥലത്ത് പറഞ്ഞു, ചേട്ടാ 10-15-20 കൊല്ലം കൊണ്ട് അതുകൊണ്ട് ഇതൊക്കെ പോയി കേട്ടൊക്കെ നശിച്ചു കേട്ടാന്നല്ലാതെ ഇന്ന് വരെ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് അവര് തത്വം കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് കേൾക്കുന്ന സഹോദരനെ ഞാനൊരു കാര്യം പറയാം. ഉള്ള അനുഗ്രഹങ്ങളും ഉള്ള ദൈവിക സാന്നിധ്യവും ഉള്ള ദൈവകൃപയും ഇന്ന് ചില ആളുകൾ പൂസിക്കാത്തോണ്ടോ പ്രാർത്ഥിക്കാത്തോണ്ടോ കരയാത്തോണ്ടോ ചിലർ കൃപ വായിക്കുന്ന കാര്യം അറിയാമോ? അവരുടെ ഈ കോപത്തിന് വിടുതൽ പ്രാപിക്കാത്തോണ്ടെന്ന് അറിയാമോ? പ്രാപിച്ച കൃപയും സന്തോഷവും സ്വസ്ഥതയും പരിശുദ്ധാമനത്തൊക്കെ മാറിപ്പോകും. ഇത് നിലനിൽക്കുന്ന ഒരു ആത്മീയ ജീവിതം നയിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ചിലർക്ക് പ്രാർത്ഥിക്കാതിരിക്കും ഭയങ്കര സന്തോഷമുണ്ട്, കൂട്ടായ്മയ്ക്ക് വരുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്, അത് കഴിഞ്ഞ സന്തോഷം പോകും. എന്താ കാരണം അറിയാമോ? ഈ കോപം പിടിക്കുന്ന ഈ ഉള്ളിൽ ഈ കോപം ഇരിക്കുന്നതുകൊണ്ട് ഈ കോപത്തിന് വിടുതൽ പ്രാപിച്ചാൽ അതിന് നിലനിൽക്കുന്ന ദൈവിക സാന്നിധ്യവും സന്തോഷവും മാത്രമല്ല ആ ആത്മീയ അവസ്ഥ നമ്മുടെ നിലനിൽക്കും. മാത്രമല്ല ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കും. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നിസ്സാര കാര്യം, ഭയങ്കര ഗൗരവമുള്ള. കർത്താവ് വിധി പ്രഭാഷണം തുടങ്ങി ഇങ്ങനെ വരുന്ന സമയത്ത് പറയുന്നത് കോപത്തിനെ കുറിച്ച് ഭയങ്കര ഇതായിട്ട് പറഞ്ഞിരുന്നു. ഇനി കൈനോട് പറയുമ്പോ എന്താ പറഞ്ഞത്? പാപത്തിന്റെ വായിക്കെടുത്ത് പറഞ്ഞ കോപത്തെ കുറിച്ച് പറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ കോപം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും നിസ്സാരമായിട്ട് ഭയങ്കര ഡേഞ്ചറാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ശരിയായ ആത്മീയ ജീവിതം നയിക്കണമെങ്കിൽ ഈ കോപത്തിന് വിടുതൽ പ്രാപിക്കും. ഞാൻ വെറുതെ പറഞ്ഞാല് ഞാൻ ഭയങ്കര കോപിഷ്ണായിരുന്നു. ഇതിന് രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ഒക്കെ പ്രാപിച്ചിട്ടും എന്റെ ഇത് ഭയങ്കര കോപം. മാത്രമല്ല പഴയ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് ഏത് വെളിപ്പാട് പോലെ പഴയ കാര്യത്തെ ജയിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? പഴയതിനെ കുറിച്ച് പറഞ്ഞ ആളായിരുന്നു. പക്ഷെ എനിക്ക് പിന്നെ മനസ്സിലായി, ഈ വല്ലൊക്കെ വായിച്ച് മനസ്സിലായി ഞാൻ ദൈവം പ്രാപിക്കാതിരിക്കുന്നത് എന്റെ ദൈവിക സ്ഥാനം നിലനിൽക്കുന്ന ദൈവസ്ഥാനം ഇല്ലാത്തതിന്റെ കാരണം എന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ഈ കോപത്തിന്റെ ശക്തി എന്ന് മനസ്സിലായി. അതുവരെ എനിക്കറിയില്ല. ഞാൻ അവര് കാരണം അവര് അത് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ കോപിച്ചു, ഇവര് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ കോപിച്ചതുകൊണ്ട് ന്യായീകരിക്കും. പക്ഷേ എന്റെ ജീവിതത്തിൽ വ്യക്തമായി മനസ്സിലാക്കി തന്ന കർത്താവ് നിന്റെ ഉള്ളിൽ കോപം ഉള്ളതുകൊണ്ടാണ് അവരെ കൊണ്ട് ഇളക്കുമ്പോ നിന്റെ ഉള്ളിൽ ഇളകുന്നതിന്റെ കാര്യം എന്താ? നിന്റെ ഉള്ളിൽ കോപം കിടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ സംബന്ധിച്ച് കർത്താവ് എനിക്ക് മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഈ സ്വഭാവം എനിക്ക് വിടുതൽ തന്നെ മതിയാവ് കർത്താവേ. അവിടെയും കുഴപ്പമില്ല ഇവിടെയും കുഴപ്പമില്ല, എന്റെ ഉള്ളിലാണ് കുഴപ്പമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ സമ്മതിച്ച് കരയാൻ തുടങ്ങിയപ്പോഴുണ്ടല്ലോ ഈ കോപം എന്റെ നിന്ന് മാറ്റാൻ. ഇത് അറിയുന്നതോട് ഗുണമെന്നറിയാമോ? ഈ കോപം നമുക്കറിയാമോ? നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവരെ എത്ര സ്നേഹം കാണിച്ചാലും സ്നേഹിച്ചാലും നമ്മുടെ ഉള്ളിൽ സ്നേഹം ഉൾക്കൊള്ളാൻ പറ്റും. മാത്രമല്ല എപ്പോഴും ശൂന്യതയായിരിക്കും. ചിലപ്പോൾ ചിന്തിക്കും എന്തിനു ഞാനിങ്ങനെ ജീവിക്കണേ, ഇത് മരിക്കാതെ എന്നോട് പലരും ഞാനും ചിന്തിച്ചിട്ടുണ്ട്. എത്രയോ ആളുകൾ എന്നോട് പറഞ്ഞതെന്ന് അറിയോ? ഇതിനെ പലരും ചാവിച്ചിട്ട് ഞാനൊരു ഭാരമായിട്ട് ജീവിക്കണം. അങ്ങനെ പോലും പിശാച് വരുന്നത് നമ്മുടെ ഉള്ളിലേക്ക് ഇതിന്റെ വിടുതൽ പ്രാപിച്ചാൽ ഈ ദിവസങ്ങളിൽ ചിലരുടെ ഉള്ളിൽ ഒരു വചനത്തിന്റെ വെളിപ്പാടിലേക്ക് ദൈവം ചിലർ നടത്താൻ പോകും. മാത്രമല്ല ഇന്ന് വരെ ചില ദൈവത്തിന്റെ പ്രവൃത്തിയെ നോക്കിയിരിക്കുന്ന ചില വിഷയങ്ങളിൽ ഒരു വിടുതൽ ദൈവം തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയത്തിൽ ഒരു വിടുതൽ ദൈവം തരാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസം സഹദേവൻ എന്ന് പറഞ്ഞ സഹോദരൻ എന്റെ അപ്പനേക്കാളും പ്രായം. ആ മനുഷ്യനെ മുഖത്ത് നോക്കിയ സഹദേവൻ എന്ന് പറഞ്ഞ സഹദേവനായിട്ട് തന്നെ തോന്നുന്നു മുഖത്ത് നോക്കിയ. പക്ഷേ അദ്ദേഹം എന്നോട് ഒരു പ്രാർത്ഥന വിഷയം പറഞ്ഞു. എന്താണെന്നറിയാമോ? 5 വർഷമായിട്ട് എന്റെ ഭാര്യയ്ക്ക് ഒരു പ്രാർത്ഥിക്കുന്നു. 5 വർഷമായിട്ട് അവൾക്ക് വിമർശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കരയുന്നു എന്നൊക്കെ ഒരു മറുപടിയില്ല പാസ്റ്റർ. അതുകൊണ്ട് പാസ്റ്റർ ഒന്നും കൂടി എനിക്ക് വേണ്ടി നിങ്ങൾ അടുത്തത് പിന്നെ ഒറ്റയ്ക്ക് പ്രാർത്ഥന മറുപടി പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. എന്നോട് പറഞ്ഞു പെട്ടെന്ന് ഞാനിങ്ങനെ അതുകൊണ്ട് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ ആത്മാവിലേക്ക് പോകുന്നു, ഇയാൾ ഭയങ്കര കോപിഷ്ണാണ്. അപ്പൊ ഞാൻ ആ മനസ്സിനോട് ചോദിച്ചു, കാര്യം ചോദിച്ചോട്ടെ ചോദിച്ചു. അപ്പൊ ചോദിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ ഭയങ്കര കോപിഷ്ണാണല്ലേ ചോദിച്ചു. അപ്പൊ അദ്ദേഹം ശരിയോ പക്ഷേ ഇതൊരു നല്ല മനസ്സിലായി. നിങ്ങളുടെ ഭാര്യ പലപ്പോഴും പറയാറില്ലേ നിങ്ങള് പ്രാർത്ഥനയ്ക്ക് പോയിട്ട് എന്താ കാര്യം, നിങ്ങളുടെ ഈ കോപത്തിന് ഈ സ്വഭാവത്തിന് മാറ്റം ഇതുവരെ വന്നിട്ടില്ലല്ലോ എന്ന് ചോദിക്കാറില്ലേ? അപ്പൊ ശരിയോ പക്ഷെ അങ്ങനെ ചോദിക്കാറുണ്ടോ? മനസ്സിലാക്കിയ നിങ്ങളുടെ ഭാര്യ ദൈവത്തിലേക്ക് വരാത്തതിന്റെ കാര്യം എന്ന് മനസ്സിലാക്കി. നിങ്ങൾ പ്രാർത്ഥിക്കാത്തോണ്ട് ഉപസിക്കാത്തോണ്ട് കരയാത്തോണ്ടല്ല, ദൈവത്തിന്റെ പ്രവൃത്തികൾ പെടാതിരിക്കുന്നത് നിങ്ങളുടെ കൂടിയ കോപം. അതുകൊണ്ട് ഈ കാര്യം ഞാൻ ബോധ്യപ്പെടുത്തി കൊടുത്ത് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി തന്റെ ഉള്ളിൽ ഈ വിഷയം കിടക്കുന്നില്ല. ആ വിഷയം ബോധ്യപ്പെട്ടപ്പോ തന്നെ ഏറ്റു പറഞ്ഞു ദൈവത്തിൽ അവരെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 1 മാസം കഴിഞ്ഞപ്പോ ഞാൻ നോക്കുമ്പോ ഈ സഹദേവൻ എന്ന് പറഞ്ഞ മനുഷ്യനോട് ഒരു സ്ത്രീ വന്നിരുന്നു.
അപ്പൊ എന്നെ കണ്ടപ്പോ പക്ഷെ എന്റെ ഭാര്യ വന്ന് സ്ഥാനപ്പെടുന്ന പറഞ്ഞിട്ട് വന്നിരിക്കുന്നു. 5 വർഷം കൊണ്ട് പ്രാർത്ഥന പഠിക്കുന്ന വിഷയത്തെ 1 മാസം കൊണ്ട് ആളെന്ത് ചെയ്യും? അപ്പൊ ചുരുക്കം പറഞ്ഞ 1 മാസം ആര് നോക്കിക്കൊണ്ടിരിക്കുക? ഭാര്യ നോക്കിക്കൊണ്ടിരിക്കുമ്പോ 1 മാസമായിട്ട് എന്റെ ഭർത്താവ് സഹദേവനായി. അതുവരെ നമ്മെ പിശാചിന്റെ മോനായിട്ടല്ലേ എന്തറിയാം. പ്രത്യേകിച്ച് കോപിക്കുമ്പോ നമുക്കറിയാം എത്ര നല്ല സുന്ദരനാണെങ്കിൽ ആ നോക്കി നോക്കിയാൽ അറിയാം പൈശാചിക അല്ലേ. പക്ഷെ ഇവരെ ഇരിക്കുന്ന എല്ലാവർക്കും നല്ല ഇതുണ്ട്, നല്ല ഭംഗിയുണ്ട്. പക്ഷെ അവർ കോപിക്കുന്ന സമയത്ത് ചില ഭാര്യല്ലേ വേണ്ട മോനെ അവൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒഴിഞ്ഞു മാറും അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞ ആ മൗത്ത് നോക്കിയൊരു പൈശാചിക മാത്രം ഞാൻ പറഞ്ഞത് ഇതിന്റെ ദിവസങ്ങൾ വിടുതൽ പ്രാപിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നാളുകളായി പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്ക് ചിലർ വിടുതലുണ്ട്. ഇത് വെറുതെ തമാശ പറഞ്ഞല്ല. അമ്മ മാത്രമല്ല ഇന്ന് വരെ വചനം വായിച്ചിട്ട് ഒന്നും മനസ്സിലാവില്ലാത്ത, നാളുകളായി വചനം വായിച്ചിട്ട് ഒന്നും ഗ്രഹിക്കാത്ത ചില ആളുകൾക്ക് ദൈവം വചനത്തിന് വെളിപ്പാട് കൊടുക്കാൻ പോകും. നിങ്ങൾ സംസാരിക്കുമ്പോൾ മറ്റവർ കേൾക്കുമ്പോൾ അവർ പറയും ദൈവം എന്നോട് സംസാരിച്ചു എന്ന്. വെറുതെ നിന്ന് പറയുമ്പോൾ പ്രവചിക്കാനും പറയാൻ പോയിട്ടല്ല, വെറുതെ സംസാരിക്കുമ്പോൾ പറയും നിങ്ങൾ സംസാരിക്കും ദൈവം എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പറയത്തക്കല്ലെങ്കിൽ ദൈവം ചില വചനത്തിന്റെ വെളിപ്പാട് ദൈവം തരാൻ പോകുന്നത്. വെറും പഠിച്ചു വെക്കുന്ന കാര്യം ഞാൻ പറഞ്ഞേ. ഒരു വ്യക്തിയെ കാണുമ്പോൾ ദൈവം ആ വ്യക്തിയെ കുറിച്ചുള്ള വ്യക്തമായ വെളിപ്പാട് വചനത്തിന്റെ വെളിപ്പാടായിട്ട് ഈ വചന വെളിപ്പാടായി കിട്ടിയ ഗുണമെന്നറിയാമോ? ആ വചനത്തിന് വേണ്ടി ദൈവം ജാഗരിക്കും. ഒരിക്കലും ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോ ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ എന്നെ വിളിച്ചല്ല, എന്റെ കൂട്ടുകാരനെ വിളിച്ചു, എന്നെ കൂട്ടുകാരൻ കൂട്ടി. അങ്ങനെ ഞങ്ങളുടെ സ്ഥലത്ത് അവൻ പ്രാർത്ഥിക്കാൻ. ഞാൻ പ്രവാചകനല്ല കേട്ടോ, ഞാൻ പ്രവാചകനല്ല, പ്രവാചകശീലല്ലെന്ന് പറഞ്ഞ പോലെ ഞാൻ പ്രവാചകനല്ല. ആ വീട്ടിൽ ചെന്നു. എന്റെ കൂടെയുള്ള എന്റെ കൂട്ടുകാരൻ ഭയങ്കര പ്രവാചകൻ, വെളിപ്പാടുകാരൻ, രോഗശാന്തിക്കാരൻ, ഭയങ്കര വെളിപ്പാട് പറഞ്ഞ അച്ചിട്ട് നടക്കുന്നതാണ് അങ്ങനത്തെ പ്രവാചകൻ. പക്ഷേ അവര് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ പാസ്റ്റ് അദ്ദേഹം പറഞ്ഞൊരു വിഷയമാണ്. ഞങ്ങളുടെ പാസ്റ്റ് ഇപ്പൊ ഞങ്ങൾക്ക് ഇതിൽ ഭയങ്കരമായിട്ട് പ്രവർത്തിക്കൊണ്ടിരിക്കുക. വേറൊന്നുമല്ല, ഈ വിശ്വാസികളുടെ ടീച്ചറും മാഷും, ഈ മാഷും ടീച്ചറും നല്ല വിശ്വാസികളൊക്കെ കൂടിയിട്ട് പ്രാർത്ഥിപ്പിക്കുക, പരസ്യബോധത്തിന് പോവുക, ദൈവവേലയ്ക്ക് നല്ലോണം സഹായിക്കുക, ആത്മാക്കളെ നേടിയെടുക്കുക. ഇതിന്റെ അവരാണ് അത്തരത്തിൽ ദൈവസഭയ്ക്ക് നിൽക്കുന്നത്. ഈ പാസ്റ്റർക്ക് ഇതൊന്നും കണ്ടിട്ട് പറ്റില്ല. 10 സഭയുടെ പാസ്റ്ററാണ് ഇയാൾ. എന്നിട്ടും ഇയാൾക്ക് ഇവരെ വഹിക്കാൻ പറ്റില്ല. എന്നിട്ട് ഇവരെ എങ്ങനെയെങ്കിലും പോകാൻ വേണ്ടി എല്ലാ ദിവസവും ഞായറാഴ്ച ഇവരെ ഓടിക്കാൻ വേണ്ടി. ഇതാണ് പ്രശ്നം. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം പാസ്റ്റർ? ഇനി ഞങ്ങൾക്ക് ഇങ്ങോട്ട് നിൽക്കാൻ പറ്റില്ല, എന്ത് ചെയ്യണം പാസ്റ്റർ എന്ന് ചോദിക്കുന്നതാണ് പ്രാർത്ഥന വിഷയം തന്നേക്കാം. എന്റെ കൂടെ ഉണ്ടായിരുന്ന യുവാസൻ നിവാസിൽ ഭയങ്കര ജാഗരിക്കാൻ തുടങ്ങി. ഞാനും സാധാരണ നിവാസിൽ ജാഗരിക്കാൻ തുടങ്ങി. കർത്താവ് എന്തെങ്കിലും പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ എനിക്ക് ഒരു ബോധ്യം തന്നു. അദ്ദേഹത്തിന്റെയാണ് ഫസ്റ്റ് ഗോൾ. കാരണം പുള്ളിയുടെ സീനിയറിറ്റി. അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആ സഭ വിട്ടിട്ട് ഇവിടെ തന്നെ ഈ അടുപ്പങ്കല് വെക്കുന്ന പോലെ ഇവിടെ ഒരു സഭ നിങ്ങളെ കൂടെ ഉണ്ടാകുന്നത് ഞാൻ കാണും. ഈ ദൂത് കേട്ടോണ്ട് എന്റെ നെഞ്ചത്തേക്ക് ഒറ്റ അടി അടിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. കാരണം ദൈവം എന്ന് പറഞ്ഞത് യഥാസ്ഥാനപ്പെടുന്ന ദൈവം, അല്ലാതെ അവൻ തല്ലി പിടിപ്പിച്ച് ദൈവം കലക്കത്തിന്റെ ദൈവമല്ല. ദൈവം സമാധാനത്തിന്റെ ദൈവമത്രേ. ദൈവം യഥാസ്ഥാനപ്പെടുത്തുന്നവനാണ്, തല്ലി പിടിപ്പിക്കുന്നവനല്ല. അവൻ കുടുംബം കലക്കുന്നവനല്ല ദൈവം. സ്വന്തം ഇന്ന് പല സ്ഥലങ്ങളിലും പല ആളുകൾ ഇതുപോലെ ദൂത് പറഞ്ഞിട്ട് കുടുംബങ്ങളെ തകർത്തിട്ടുണ്ട്. എത്രയോ കുടുംബം സ്നേഹത്തോടിരുന്ന കുടുംബ ബന്ധങ്ങളെ അകറ്റിക്കളഞ്ഞ എത്ര അവസരങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയാം. എത്ര സഭകളെ ദൂത് പറഞ്ഞ് കലക്കിയിട്ടുണ്ടെന്ന് അറിയാമോ? അതൊന്നും ദൈവത്തിന്റെ ശുശ്രൂഷിക്കൽ, അത് പൈശാചികമാണ്. അടുത്തത് എന്നോട് പറഞ്ഞു, ദൈവദാസന് വല്ലതും കിട്ടിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവെങ്കിലും ബോധ്യം തോന്നുന്നു. കർത്താവിന്റെ വെളിപ്പാട് ഇങ്ങനെയാണ്. ആരാസൈന്യത്തെ വലിയൊരു ശബ്ദം കേൾപ്പിച്ച് ശബ്ദം കേൾപ്പി കഴിഞ്ഞപ്പോൾ ആരാ സൈന്യം എല്ലാം ഇട്ടിട്ട് ഓടിപ്പോയതുപോലെ നിങ്ങളുടെ ദൈവദാസൻ ഒരു സുപ്രാത്തിൽ നിങ്ങളോട് ആരോടും പറയാതെ ഇവിടുന്ന് സ്ഥലം വിടുന്നു. ഇത് കേട്ടപാട് മുഖമൊക്കെ പോയി. കാരണം വലിയ പ്രവാചകൻ എന്താ പറഞ്ഞിരിക്കണേ? സ്തോത്രം. ഈ പ്രവചനമില്ലാത്ത ബോധമില്ലാത്ത മനുഷ്യൻ പറഞ്ഞത് എന്താണ്? ഇത് ഞാൻ പറഞ്ഞതാ. പക്ഷെ എന്നിൽ നിന്നുകൊണ്ട് വലിയ പ്രവാചകൻ പറഞ്ഞേ. ഞാൻ പക്ഷെ എനിക്ക് ഞാൻ പ്രവാചകനൊന്നുമില്ല. പക്ഷേ എന്താ സംഭവിച്ചത് അറിയാമോ?
എന്നോട് വലിയ സന്തോഷം, എന്റെ സ്നേഹം വലിയ സന്തോഷപ്രദമായി. നമ്മൾ ഇന്നും ഭയങ്കര കാക്കി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ആമി സഹോദരൻ ആമി അവരെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങളുടെ ദൈവദാസൻ ഞങ്ങളോട് ആരോടും പറയാണ്ട് പോയി പോകും. മനസ്സിലായില്ല? സ്വതന്ത്രം ഞാൻ എന്തിന് പറയാനത് ഞാൻ വലിയ ഞാൻ അല്ലെങ്കിലും വലിയ അല്ലെന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കണേ. സ്വതന്ത്രം ആമേശ് എന്ത് പറയാനാണ് പറഞ്ഞത്? ദൈവം കർത്താവ് പറഞ്ഞു, എന്റെ വചനത്തെ നിവർത്തിക്കാൻ വേണ്ടി ഞാൻ ജാഗരിക്കും. അത് പറയാനാണ് ഈ പറഞ്ഞു. ആമേ സ്വതന്ത്രം ആമേ അവിടെ ഞാനൊന്നും ചെയ്തിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. ദൈവം തന്ന വചനത്തിന്റെ വെളിപ്പാട് ഞാൻ വെളിപ്പാടായിട്ട് പറഞ്ഞു മാത്രമേ. അങ്ങനെയെങ്കിൽ ദൈവം ചിലരെ ആ നിലയിൽ ചില വെളിപ്പാടുകൾ ദൈവം നടത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ കോപ സ്വഭാവത്തിന് വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ എന്റെ ഉള്ളിൽ സ്വഭാവം ഇതിൽ വിടുതലേക്ക് തരണമേ എന്ന് പറഞ്ഞ് ആത്മാവിൽ പ്രാർത്ഥിക്കണം. അല്ലാണ്ട് അവര് കാരണം ഇത് കാരണം പറഞ്ഞുകൊണ്ട് നമ്മുടെ തെറ്റിനെ മറക്കരുത്. ആ തെറ്റിനെ തുറന്ന് സമർപ്പിച്ച ദൈവമേ എനിക്കിതൊരു വിടുതൽ തന്നേ പറ്റു കർത്താവേ എന്ന് പറഞ്ഞ് ഈ ദിവസം കരയുകയാണെങ്കിൽ ആമേശ്വരം ചില വിഷയങ്ങളുടെ ദൈവം ആമേശ്വരം നമ്മൾ അറിയാതെ ദൈവത്തിന് അസാധാരണമായ പ്രവൃത്തികളുണ്ടാവും. അങ്ങനെയെങ്കിൽ ദിവസം ദൈവത്തിന്റെ നടന്ന പ്രവൃത്തി ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് അവൻ നമ്മുടെ ശുദ്ധീകരണമാണ്. അമ്മ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമെങ്കിൽ അമ്മ എന്ത് ചെയ്യണം? അത് നേരത്തെ വന്നു വായിച്ചു. സകല മനുഷ്യനോട് എന്ത് ചെയ്യണം? സകല മനുഷ്യനോട്, ഒരാളോട് പോലും എന്ത് ചെയ്യാൻ പറ്റില്ല. പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിൽ ശത്രുവിനെ വായിക്കാനും ശത്രുവിനെ ശമിക്കാനൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പുതിയ ദൈവമക്കളായിരിക്കുന്ന യേശുവിനെ ഏറ്റവും കൂടുതൽ കഴികൾ പ്രാപിച്ചിരിക്കുന്ന ദൈവമക്കൾക്ക് ഒരു മനുഷ്യനോട് പോലും വെറും ദേഷ്യം വയ്ക്കാൻ പാടില്ല. ചെറിയ ദേഷ്യം വെറും വയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് കർത്താവ് ശത്രുക്കളെ സ്നേഹിപ്പി, അവർക്ക് നന്മ ചെയ്വി, ഒന്നും പകരം രക്ഷിക്കാതെ എന്ത് ചെയ്യണം? കടം കൊടുപ്പി ഒക്കെ പറയുന്നുണ്ട്. എന്തിനാണെന്നറിയാം? 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, അവിടെ പറഞ്ഞു വരുന്നത് എന്തിനാണ്? നിങ്ങളുടെ പ്രതിഫലം വളരെയാകും. അടുത്തത്, നിങ്ങൾ അത്യുന്നതനാകുന്ന ദൈവത്തിന്റെ പുത്രന്മാരാകും. നമ്മുടെ പുത്രത്തിലേക്ക് വന്നിട്ടില്ല. പുത്രത്തിലേക്ക് വരണമെങ്കിൽ ശത്രുവിനെ സ്നേഹിക്കാത്തടത്തോളം കാലം പുത്രത്തിലേക്ക് വരും. വിളിച്ചിട്ടുണ്ട്. ഏതാ? യേശുവിനെ കൈക്കൊണ്ട് യേശു നാമം വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം തന്നിട്ടുണ്ട്. അധികാരം പോലീസിന് അറിയാം. ഇതിനു വേണ്ടി വിളിച്ചിട്ടുണ്ട്. ഏത്? പോലീസിലേക്ക് വിളിച്ചിട്ടുണ്ട്. പക്ഷെ ട്രെയിനിങ് കഴിഞ്ഞാലാ പോലീസ് ആവുകയുള്ളൂ. അല്ലാണ്ട് കുപ്പായിട്ടൊന്നുമില്ല. കുപ്പായിട്ടുണ്ട് പോലീസ് ആവില്ല. പോലീസ് ആകണമെങ്കിൽ 6 മാസം ട്രെയിനിങ് ഉണ്ട്. അത് കഴിയുമ്പോ അറിയാം അമ്മ പോലീസ് ആവുക അല്ലാതെ ആവുക എന്ന് പറഞ്ഞ പോലെ ദൈവം തന്നിരിക്കുന്ന ദൈവത്തിന്റെ വചനപ്രകാരം ആവശ്യം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? ശത്രുവിനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ ശത്രുവിനെ സ്നേഹിക്കും, വേറെ മാർഗമൊന്നുമില്ല. പക്ഷെ അതിന് നമുക്ക് നമ്മുടെ കഴിവുകൊണ്ട് കഴിയും. നമുക്ക് നമ്മുടെ കഴിവുകൊണ്ട് കഴിയില്ല. അതുകൊണ്ട് കർത്താവേ ശത്രുവിനെ സ്നേഹിക്കുന്ന നമ്മുടെ വചനമുണ്ട്. പക്ഷെ എനിക്ക് പറ്റില്ല. ഒരിക്കലും ഒരു വ്യക്തി എന്നോട് ഭയങ്കര നമ്മുടെ അത്രമാത്രം സ്നേഹിക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തി വളരെയധികം എന്നോട്, പക്ഷെ എനിക്ക് അത് ആ വ്യക്തി പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. പക്ഷെ സ്നേഹത്തിലല്ല ചെയ്യുന്നത്. എല്ലാം ചെയ്തു കൊടുക്കും, എല്ലാം ചെയ്യുന്നു. പക്ഷെ എന്തില്ല, അവരെ ഉൾക്കൊണ്ടുകൂടി എനിക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നത് ഞാൻ തുറന്നുകൊണ്ടെന്ന് അറിയാമോ? എന്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യം ആ വ്യക്തിക്ക് വേണ്ടി ആ വ്യക്തി എന്ത് പറഞ്ഞാലും ചെയ്തു കൊടുക്കും. പക്ഷെ എനിക്ക് ഉൾക്കൊണ്ടുകൂടി ചെയ്യാൻ പറ്റില്ല, സ്നേഹത്തിന് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, എന്റെ കർത്താവേ എനിക്ക് പറ്റില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഞാൻ ചെയ്തതുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് കളിയില്ല. അത് നിങ്ങൾ ചെയ്യുന്ന ചെയ്യണം, സ്നേഹത്തിൽ ചെയ്യണമെന്ന് ദൈവം പറഞ്ഞത്. പക്ഷെ എനിക്ക് സ്നേഹം ചെയ്യാൻ പറ്റില്ല. ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ സ്നേഹം ചെയ്യാൻ പറ്റില്ല. കർത്താവിനോട് കർത്താവേ അങ്ങ് ആ വ്യക്തിയെ സ്നേഹിക്കുന്ന പോലെ എനിക്ക് സ്നേഹിക്കാൻ തോന്നണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച പറ്റണില്ല. അത് ആരും കണ്ടിട്ടില്ല. ആ വ്യക്തിക്ക് അറിയില്ല, എനിക്കറിയാം, അവറ്ററിയില്ല. പക്ഷെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാര്യം പക്ഷെ എനിക്ക് ആ വ്യക്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആത്മാർത്ഥമായി സ്നേഹിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു കർത്താവിനെ കരഞ്ഞു കൊടുത്തത്, കർത്താവിനെ ശത്രുവിനെ സ്നേഹിക്കുന്ന നീ പറഞ്ഞു. പക്ഷെ നീ അവരെ സ്നേഹിക്കുന്നുണ്ടല്ലേ? വചനം ദുഷ്ടന്റെ മരണത്തിലല്ല, ദുഷ്ടത വിട്ട് തീരിയിലെന്ന് എനിക്ക് പ്രസാദം. ചുരുക്കം പറഞ്ഞ ദുഷ്ടത ചെയ്യുന്ന മനുഷ്യനെ പോലും കർത്താവ് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് കർത്താവ് തനിക്കുള്ളവരെ എവിടെ വരെ സ്നേഹിക്കുന്ന മരണം വരെ, അവസാനം വരെ സ്നേഹിച്ചു കർത്താവ് ചെയ്തു. അതെ, അവൻ യുവദാസിനെ സ്നേഹിച്ചു, അവൻ എല്ലാവരെയും സ്നേഹിച്ചു. അതുകൊണ്ടാണല്ലോ യുവദാസ് തന്നെ ഉറ്റിക്കൊടുക്കാൻ വന്നപ്പോ കർത്താവ് എന്താ പറഞ്ഞേ? സ്നേഹിത, നമ്മളൊക്കെ പറയും കള്ള അല്ലെ, നീ എന്റെ ദൈവമല്ല, പിശാചികളെ എന്റെ മേറ്റം തൊട്ടാ പറയും അല്ലേ? എന്നാൽ യേശു പറഞ്ഞേ, സ്നേഹിത നീ വന്ന കാര്യം എന്ത്? മനുഷ്യപുത്രനെ ചുംബനം കൊണ്ടാണ് കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്യാം?
മറ്റൊരു കൊള്ളാൻ പറഞ്ഞു. എന്റെ വല്ല പറഞ്ഞു എഴുതിയിട്ടില്ല. ചുമരം കൊടുത്തുന്നേ കേൾക്കണം അല്ലേ? ചുംബിച്ച് കഴിപ്പിക്കും മറ്റവൻ പിടിച്ചു അവർ പിടിച്ചൊന്നേ കേൾക്കണം. അതിൻ്റെ അർത്ഥം ചുമരം വയ്ക്കാൻ നിന്ന് കൊടുക്കാൻ ചുമരം വയ്ക്കാൻ പറ്റുമോ? പറ്റുമോ? ഇതാ നമ്മുടെ യേശു, ശത്രുവിനെ സ്നേഹിക്കുന്ന യേശു. സ്വതന്ത്രം അവയെ സ്വതന്ത്രം പ്രതികാരമില്ലാത്ത യേശു. ഇവർ ചെയ്യുന്ന അറിയാതെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ക്ഷമ കൊടുക്കുന്ന യേശു. സ്വതന്ത്രം ആ യേശു നമ്മുടെ യേശു. ആ യേശു മുന്നിൽ വരുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടേതാകുന്ന ജഡത്തിന്റെ സ്വഭാവ രീതിക്ക് പലതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്ന യേശുവാ, എനിക്ക് അവരുടെ കൃപ തന്ന് സഹായിക്കണമേ, എനിക്ക് ശത്രുവിനെ സ്നേഹിക്കുവാനും അവരുടെ നന്മയുടെ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അതിനെയാണ് നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത ദോഷത്വം മിണ്ടാതാകണമെന്ന് ദൈവത്തിന് ഇഷ്ടമാണ്. സ്വതന്ത്രം ദൈവമക്കളെ, ഇത് ഞാൻ പറയുമ്പോൾ നീ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. സ്വതന്ത്രം ഒരിക്കലൊരു മനുഷ്യൻ, ഞാൻ ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ പറഞ്ഞു ഇവിടെ പരിശോധന നടത്താൻ പാടില്ല. അപ്പൊ നാട്ടുകാരെ ആരെങ്കിലൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ഇവിടെ പരീക്ഷയാണെന്ന് പറഞ്ഞേക്കാൻ, അപ്പൊ ചിലപ്പോൾ പരീക്ഷയാണ് അതുകൊണ്ട് വേണ്ടാന്ന് പറയാൻ പറഞ്ഞു. അമ്മ ഞാനിവിടെ അമിത്ഷാ ഞാൻ പറഞ്ഞു ഞങ്ങൾ നടത്തുന്നില്ല, ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് ദേശത്തെ അവധിയൊക്കെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. പക്ഷെ എനിക്കൊരു വാശി പിടിക്കരുത്. എനിക്ക് ഭയങ്കര വാശിയുള്ള മനുഷ്യനാണ്. എനിക്ക് ഭയങ്കര വാശിയുള്ള മനുഷ്യനാണ്. ദൈവകൃപയിലേക്ക് വരുന്നതിന് മുമ്പ് ഭയങ്കര വാശിയായിരുന്നു, ഇപ്പോഴും ഭയങ്കര വാശിയാണ്. അവൻ ദൈവത്തിന് മുമ്പ് എന്ന് പറയാമോ, ഒരാൾ എന്നെ എന്തെങ്കിലും ചെയ്താലും പറഞ്ഞാലും മറുപടി കൊടുത്തില്ലെങ്കിൽ എനിക്ക് സ്വസ്ഥത ഉണ്ടാവില്ല. അത് പണി കൊടുക്കണമെന്ന് വാശി. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. അവൻ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ, എനിക്ക് ശത്രുത പെരുമാറിയാൽ, എനിക്ക് സംസാരിച്ചാൽ, പ്രവർത്തിച്ചാൽ, അവൻ കർത്താവേ അവന്റെ നന്മ ചെയ്യാൻ അവസരം ഉണ്ടെങ്കിൽ തന്നേ മതിയാകൂ എന്ന് പറഞ്ഞ വാശി. ആ വാശിയൊക്കെ ദൈവം നിർവഹിച്ചു തരാറുണ്ട്. ഈ പറഞ്ഞ വ്യക്തി ദേശത്തിലെ വലിയ മനുഷ്യനാണ്, ആ പല പണക്കാരനാണ്. ആ മനുഷ്യനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്നെ സഹായിക്കേണ്ടത് ഭൗതിക രീതി. സ്വതന്ത്രം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം ഞാൻ അമ്മ തൃശ്ശൂരിലേക്ക് പോവുക. തൃശ്ശൂരിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ എനിക്ക് സീറ്റ് കിട്ടി. ഞാൻ സീറ്റിൽ നിന്ന് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് എൻ്റെ അടുത്ത് കാണിച്ചാൽ നോക്കിയപ്പോൾ ഈ മനുഷ്യനാണ്. സ്വതന്ത്രം ഈ മനുഷ്യൻ എനിക്കിപ്പോൾ പുള്ളിനെ ഉറപ്പിച്ച് കഴിഞ്ഞപ്പോൾ ചേട്ട വിളിക്കാമോ? അപ്പം അദ്ദേഹം ഇരുന്ന് കഴിഞ്ഞ് ഞാനിങ്ങനെ അദ്ദേഹം ഇരിക്കുന്ന ചേർന്ന് നിന്നു. എന്നിട്ട് ഞാൻ ചേട്ടാ എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് മനസ്സിലായില്ല. ഇന്ന മനസ്സിലായി ഞാൻ പറഞ്ഞില്ല അവിടെ ഇരുന്നോളൂ. എന്നിട്ട് ഞാൻ നിന്നു. എന്നിട്ട് ഇങ്ങനെ അദ്ദേഹത്തോട് ചേർന്ന് ഞാൻ നിന്നു. എവിടെ വരെ? തൃശ്ശൂർ വരെ അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ തീർന്നു നിന്നു. ആ മനുഷ്യൻ പിന്നത്തേതില് എന്നെ എവിടെ വെച്ച് കണ്ടാലും എന്നോട് ചോദിക്കും എന്തൊക്കെയൊരു വിശേഷം ഒരു മനസ്സിലായില്ല. നന്മ ചെയ്തുകൊണ്ട് പോകുന്നത് അവിടെ ബുദ്ധിയില്ലാത്തവരുടെ ദോഷത്തെ മിണ്ടാതാക്കണമെന്ന് ദൈവത്തിന് ഇഷ്ടമാണ്. ദൈവമക്കളെ, ഒരു മനുഷ്യൻ ഞങ്ങള് ദേശത്ത് ഞങ്ങള് ഒരു കുഞ്ഞിന് സുഖനുണ്ടായി. അപ്പൊ ഞാൻ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കണം കൊച്ചിന് എന്ന് പറഞ്ഞവരെ വിളിച്ചു. അപ്പോ ഈ കൊച്ചിനോട് ഭയങ്കര അപ്പൊ ഇതിന് വിരോധമായി നിന്ന ആ സഹോദരൻ വേറെ ആളുകളെ കൂട്ടിയിട്ട് വന്ന് പറഞ്ഞു കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളത് ശരിയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വെല്ലുവിളിച്ചിട്ട് പോയി. അപ്പോഴും എനിക്ക് വാശി കയറി. ഞാൻ പറഞ്ഞു കർത്താവേ ഈ മനുഷ്യന് രൂപ എനിക്ക് അവസരം ഉണ്ടാക്കി തരും. പ്രാർത്ഥനയിലിരിക്കുമ്പോ ഇവര് പെട്ടെന്ന് ഈ എന്തൊക്കെ കോളം വന്നതിന് ചിക്കൻ ബോക്സ് വന്നു. അവൻ ഒരു മനുഷ്യന്മാരും എടുക്കില്ല, നാട്ടുകാരും എടുക്കില്ല, കഞ്ഞോളം പോലും എടുക്കാൻ ആളുകൾ വരില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ശോഭയോട്, ശോഭയെ നമുക്ക് സ്ഥലത്തോട് പോകാൻ മുന്തിരിങ്ങയൊക്കെ മേടിച്ച് എന്റെ വീട്ടിലേക്ക് വന്നു. സ്വന്തം ഇവരുടെ വീട്ടിൽ വന്നപ്പോ ഇവന് ഭയങ്കര കാര്യം. കാരണം ഒരിക്കലും ഒരാളിരിക്കുമ്പോ നമ്മളൊന്ന് കയറുന്നത് സ്വന്തം അവിടെ ഇരുന്ന് അവനോട് വ്യക്തമായി സുവിശേഷം ശരിക്കും കേട്ടു. അവന് സ്വതന്ത്രം അവസാനം മുന്തിരിങ്ങ കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് വാശി തന്നിട്ടില്ല. എനിക്ക് എന്ത് ചെയ്തിട്ടില്ല? ഇത് പോലെ എനിക്ക് ഇത് പോലെ എന്ത് ചെയ്തൊന്നും പോരാന്നുള്ള വാശി. പിന്നെ ഈ വാശി കൊടുക്കില്ല. എന്തോടാ ഈ വാശി കൊടുക്കില്ല. ഞാൻ പറഞ്ഞു കർത്താവേ ഇനി ചെയ്യാൻ നന്മയുടെ അവസരം തന്നെ. അപ്പൊ എനിക്ക് കർത്താവ് കാണിച്ചു തരാം, സമ്മതികൾ കാണിച്ചു തരാം. ഇവൻ എന്റെ വീട്ടിലേക്ക് വരുന്നു, എന്റെ വീട്ടിൽ വന്ന് കാശ് വധിക്കുക. 500 രൂപ ചോദിക്കുന്നതിന്റെ ബോധ്യത്തിന്റെ വന്ന് ബൈക്കിൽ വന്ന് ഇറങ്ങുന്നു. അമ്മയോട് ചോദിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അവന് വേണ്ടി ഞാൻ ഭയങ്കര വിഷമത്തിലാണ് ഞാൻ പോണേ. ഭയങ്കര വിഷമത്തിൽ പോകുക. അപ്പോഴാണ് ഇളയപ്പത്തിന് വേണ്ടി കാടാനെ എത്തിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പം വരുന്നെങ്കിൽ കാരണം കർത്താവ് എനിക്ക് കാണിച്ച ഉറപ്പാ ആള് എത്തുന്നറിയാം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ വ്യക്തിയുടെ ഒരു പെങ്ങള് എന്റെ വീട്ടിൽ പാസ്റ്റർ എന്തെങ്കിലും പൈസ കൊടുത്തു. ഞാൻ പറഞ്ഞു എന്ത്
അല്ല നമ്മളെ ഇന്ന ആള് ആളുടെ പേര് പറഞ്ഞു ഇന്ന ആള് വേണ്ടിയിട്ട് അവിടെ പെങ്ങൾ ആശുപത്രി എടുക്കുക 500 രൂപ കൊണ്ടുപോകുന്നു, 500 രൂപ കുറവ് അതെങ്കിൽ കൊല്ലാൻ പറ്റുന്നു. ഞാൻ പറയാം ഇന്ന ആളാണെങ്കിൽ എന്റെ വീട്ടിൽ വരാൻ പറഞ്ഞു. മെസ്സോദർ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യാം, ഈ വൈദ്യുതി വന്നതിന് മുമ്പ് ഇറങ്ങി ശരിക്കും പറഞ്ഞ് ഇത് കൊടുക്കും. ഇപ്പൊ എന്നെ അവിടെ മനസ്സിലായില്ല, അവിടെ അവൻ പിടിച്ചിട്ട് ഇങ്ങനെ ആടി വല്ല തെറി വിളിക്കുകയാണെങ്കിൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ സ്റ്റോപ്പാണ്. ആട്ടവും പോയി എല്ലാം പോയി. മനസ്സിലാകുന്നു നിങ്ങൾക്ക്? സ്വതന്ത്രം സ്വതന്ത്രം ദൈവമക്കളെ കഴിവ് നമുക്ക് മാനസികമായിട്ട് കഴിവുള്ളവരല്ല. പക്ഷെ ഈ വചനം അങ്ങനെ പറയുന്നത് ഈ കർത്താവ് ഈ വചനം പറഞ്ഞതുപോലെ ജീവിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം നമുക്ക് കൃപ കൊണ്ട് സഹായിക്കുന്ന ദൈവം നമ്മൾ അങ്ങനെ ലോകത്തിന് വെളിച്ചങ്ങളായി നിൽക്കാൻ എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അല്ലാതെ അമ്മ വിശുദ്ധി 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 എന്ന് പറഞ്ഞത് കാര്യങ്ങൾ അങ്ങനത്തെ ഒരു വിശുദ്ധിയല്ല. അമ്മ സ്വതന്ത്രം അമ്മ ആ ദൈവത്തിന്റെ വചനത്തോട് നമുക്ക് ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു? വായിച്ച് റോമലേഖനത്തിന്റെ 2-ാം അധ്യായത്തിൽ 18-ാം വാക്യം ചേർത്ത് ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കുകയാൽ അവന്റെ ഇഷ്ടമറിഞ്ഞും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കുകയാൽ അവന് ഇഷ്ടമെന്തെന്ന് അറിഞ്ഞും കണ്ടോ. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം നമുക്ക് എങ്ങനെയാ അറിയുന്നേ? ദൈവത്തിന്റെ ഇഷ്ടം ഇതും അമ്മ ദൈവത്തിന്റെ നമ്മളെ കുറിച്ച് ഉദ്ദേശം എങ്ങനെയാ അറിയുന്നത്? ദൈവത്തിന്റെ വചനമായിട്ട് ബന്ധപ്പെടണം. ഇന്ന് വചനം വായിക്കാൻ നേരില്ല ആൾക്കാർക്ക്. പിശാച് പ്രത്യേകിച്ച് പിശാച് വചനം തുറന്നിരിക്കും. അതുവരെ എത്ര വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുഴപ്പമില്ല. വചനം വായിക്കാൻ പറഞ്ഞോ അല്ലെങ്കിൽ വചനം പ്രസംഗിച്ചാൽ അതിനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ പറഞ്ഞു. എന്തറിയാമോ? നീ ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിശാചിന്റെ പരിപാടി പിടിക്കും. ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കി ദൈവത്തിന്റെ ഹിതം നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിശാചിന്റെ പരിപാടികളൊന്നും നടക്കില്ല. അതുകൊണ്ട് ഇന്ന് ദൈവത്തിന്റെ വചനത്തിലേക്ക് നടക്കുന്നില്ല. അത് മാത്രമല്ല ഇന്ന് പ്രവചനം വേണ്ട. എനിക്ക് പ്രവചനം ഞാൻ മനസ്സിലാക്കി ദൈവം തന്നാ പ്രവചിക്കും. മനുഷ്യൻ കഴിഞ്ഞ ദിവസം ആളിനോട് ചോദിച്ചു ഭാഷ പ്രവചിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കാശിന് വേണ്ടി പ്രവചിക്കാറില്ലെന്ന് പറഞ്ഞു. അത് ഉദ്ദേശം എനിക്ക് മനസ്സിലായതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. പിന്നെ പറഞ്ഞു ദൈവം ദൈവം എന്തെങ്കിലും തന്നാ പറയും എന്നല്ലാതെ കാശിന് വേണ്ടി പ്രവചിക്കാറില്ലെന്ന്. സ്വതന്ത്രം 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 ഇത് നമ്മളെ വളയ്ക്കാൻ വേണ്ടി ചോദിക്കുകയാ. കാരണം കുറെ പ്രവാചകന്മാരുടെ കാര്യം പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. പ്രവചിക്കണമെങ്കിൽ നീ കാണണമെന്ന് പറയാനാ. പക്ഷെ പ്രവചനമുണ്ട്, നിശ്ചയമായിട്ട് പ്രവചനമുണ്ട്. ആ പ്രവചനം തുച്ഛീകരിക്കരുതെന്ന് പറയുന്നത്. പക്ഷെ അപ്പൊ തന്നെ നമ്മൾ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അന്യപ്പെടുത്തി കളയുന്ന വചനത്തിൽ നിന്ന് അകത്തി കളയുന്ന പ്രവചനമുണ്ട്. അത് തിരിച്ചറിയുക എന്ത് ചെയ്യണം? അത് പറഞ്ഞ പ്രവചനം തുച്ഛീകരിക്കുന്നത് അത് പറഞ്ഞാണ് സകലവും എവിടെയൊക്കെ ചോദന ചെയ്യണേ? എതുകൊണ്ട് ചോദന ചെയ്യണേ? വചനം കൊണ്ട് ചോദന ചെയ്യണം. ചോദന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കണം. ചോദന ചെയ്യണമെങ്കിൽ വചനം ഉള്ളിലെന്താണോ അതുകൊണ്ട് അറിയുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മാസ്റ്ററെ ഇന്ന പ്രവാചകം പറഞ്ഞിട്ട് ഭാര്യയ്ക്ക് പോകുന്നു. എന്നിട്ട് അതുകൊണ്ട് നീ ഭാര്യനെ ഉപേക്ഷിച്ചിട്ട് വേറെ കല്യാണം അത് സെറ്റ് ആക്കി കൊടുക്കാമോ? പുള്ളി 2 ലക്ഷത്തിന്റെ സെറ്റ് പുള്ളി നെറ്റിലേക്ക് ഇട്ട് കൊടുക്കാന്ന് കൊടുത്തു. പാസ്റ്റർ എന്ത് പറയും? നമ്മൾ പാസ്റ്റർ പ്രത്യേകിച്ചൊന്നും പറയാല്ല. വലിയ പ്രവാചകം പറയുന്നു പറയാം. ഞാൻ ചെറുതല്ലേ. വലിയ പ്രവാചകം പറയുന്നു ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ ഭാര്യ ഉപേക്ഷിച്ച് വേറെ വിവാഹം ചെയ്ത് വ്യഭിചാരം ചെയ്യുന്നു. മറ്റേ പ്രവാചകം നല്ലോണം കാശ് കൊടുത്തു പറഞ്ഞു. ഇത് പറഞ്ഞില്ലേ നല്ലോണം കൊടുത്തു. എന്റെ കണ്ടോ അത് ശരി ശരി ഓക്കെ. മാത്രം ഈ വ്യഭിചാരികളുടെ കാശൊക്കെ മേടിച്ചാലേ നമ്മൾ പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എന്തായാലും മേടിച്ചാലേ ഞാൻ നരകത്തിൽ പോകും. ദൈവമക്കളെ നമ്മൾ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കണം. ശക്തമായി പറയണം. അമ്മ എന്തെങ്കിലും കാര്യസാധനത്തിന് വേണ്ടി അമ്മ സ്വന്തം ഒന്നും ചെയ്തത് അമ്മ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ ശുശ്രൂഷ ദൈവം നമ്മെ ഏൽപ്പിച്ച് ദൈവമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നാം കണക്ക് പഠിപ്പിക്കേണ്ടി വരും. നമ്മൾ ഒരാളെ തെറ്റിച്ച് പഠിപ്പിച്ചാൽ അമ്മ സ്വന്തം അമ്മ ഈ പഴയ നിമിത്തി പോലും പറയുന്നത് തെറ്റിച്ച് അവൻ ശപിക്കപ്പെട്ട പറ്റിച്ച് പഠിപ്പിക്കുന്നവരൊക്കെ ശപിക്കപ്പെടുന്ന. അതുകൊണ്ട് ദൈവം നമ്മൾ അറിഞ്ഞിരിക്കുന്ന സത്യത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് കൃപ തരും. അങ്ങനെ നിന്നുകൊണ്ട് നാം എന്ത് ചെയ്യണം? അവൻ സത്യത്തിന് വേണ്ടി വിശുദ്ധിക്ക് വേണ്ടി അവൻ ശരിയായ അവൻ സത്യം സംസാരിക്കും. ഇല്ലെങ്കിൽ ആ വ്യക്തി തെറ്റിപ്പോയാൽ ആ വ്യക്തി വഴിവിട്ടു പോയാൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ
ഞാനും നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. മാത്രമല്ല അവിടെ ചിലപ്പോൾ നിൽക്കാൻ പറ്റില്ല, അവിടെ ചെന്നെങ്കിലല്ലേ. അങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോയവരാണ് എനിക്ക് പറഞ്ഞ കർത്താവ് ഞാനങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ചെയ്തു അത്ഭുതം. ഈ പ്രത്യേകിച്ച് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, കൃപാവരങ്ങളെ പറഞ്ഞ കൃപാവരത്തെ കുറിച്ച് ദൈവം അനുവദിക്കുന്നില്ല. കൃപകളെയും കൃപാവരങ്ങളെ കുറിച്ച് എന്തിനില്ല, ദൈവം അനുവദിക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, പിശാചിൽ നിന്ന് ദൈവം കൊടുത്ത കൃപാവരം ഉപയോഗിക്കേണ്ട നടക്കണം പുള്ളി. അതറിയാമോ? ഈ കൃപാവരത്തിന് കുഴപ്പമെന്ന് പറഞ്ഞാല് ഇത് ജ്വലിപ്പിച്ചുകൊണ്ടിരുന്നത് ഇത് പോകില്ല, ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുള്ളൂ. സ്വതന്ത്രം. അപ്പൊ ഇത് വർദ്ധിച്ചു വരുമ്പോൾ നമ്മൾ ജീവിതം വേണ്ട, പിശാചിന് വല്ല ജീവിതം ഉണ്ടോ? ആൾക്കാരെ തെറ്റിച്ചു അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അവൻ നരകത്തിൽ പോകുമ്പോൾ നരകയോഗ്യനായിട്ട് മാറിയിരിക്കുന്നു. അവരൊരിക്കലും പോലും മനസ്സാന്തപ്പെടില്ല. പക്ഷെ അവന്റെ കൃപാവരം ഉപയോഗിച്ചുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കാണിച്ച് ദൈവത്തെ തെറ്റിച്ചുകൊണ്ടിരിക്കുക. കൃപാവരം വേണ്ടതല്ല, കൃപാവരം വേണം. പക്ഷേ ദൈവസ്നേഹത്തിൽ നിന്നുകൊണ്ട് വിശുദ്ധിയിൽ നിന്നുകൊണ്ട് വേണം കൃപാവരങ്ങൾ ഉപയോഗിക്കാൻ. അവ ദൈവത്തിന് മാത്രമല്ല, കൃപാവരം ഉപയോഗിക്കുമ്പോൾ ശരിയായ കൃപാവരം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവ വളരെ അനുഗ്രഹമാണ്. മാത്രമല്ല വിതരണമാണ്, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും കർത്താവിന്റെ വചനത്തെ ഉറപ്പിച്ചു പോകുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആദ്യ നാളുകളിലൊക്കെ സുവിശേഷം പറയുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഉൾപ്പെടുന്നു. അതുകൊണ്ടാണ് അവൻ ശക്തമായ ദൈവത്തിലേക്ക് ആളുകൾ രച്ചു കയറാൻ തുടങ്ങി. സ്വതന്ത്രം. അപ്പൊ അതുകൊണ്ട് കൃപാവരം വേണം. പക്ഷെ കൃപാവരമാണ് വിശുദ്ധിയുടെ തോത് എന്ന് പറഞ്ഞുകൊണ്ട് പോയാൽ നമ്മൾ നിത്യമായ നരകത്തിലേക്ക് പോകും. സ്വതന്ത്രം. വിശുദ്ധിയാണ് സ്വർഗത്തിലേക്ക് പോകാനുള്ള സ്വർഗത്തിൽ പോകാനുള്ള വിശുദ്ധ ജീവിതമാണ് സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അതിന്റെ അർത്ഥം കൃപാവരങ്ങളെയും കൃപകളെയും തള്ളിക്കളഞ്ഞ് അതിനെ എതിർത്ത് നിൽക്കണമെന്നാണോ? അങ്ങനെയുമല്ല. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കൃപാവരം. അതുകൊണ്ട് ഈ ബൈബിൾ പറയുന്നത് ഈ താലന്ത് കൊടുക്കുന്ന കാര്യം പറയും. അവിടെ 5 താലന്ത്, 1 താലന്തും 2 5 ഈ താലന്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഓരോരുത്തരുടെ പ്രാപ്തിക്കനുസരിച്ച് കൊടുക്കുന്നതിരിക്കണം. എന്നിട്ട് ആ താലന്ത് വ്യാപാരം ചെയ്തതിനോട് വിളിച്ചിട്ട് നല്ലവനും വിശ്വസ്തനുമായ ദാസൻ. നല്ലവെന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ജീവിതമാണ് അവർ കാണിക്കുന്നത്. രണ്ടാമത് വിശ്വസ്തത എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം ഏൽപ്പിച്ചിരുന്ന താലന്തുകൾ അവൻ ദൈവനാമോദനായിട്ട് ഉപയോഗിച്ചത് കൊണ്ടാണ് അവൻ വിശ്വസ്തൻ എന്ന് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ രണ്ടും വേണം. ഏതാ പറഞ്ഞേ? വിശുദ്ധ ജീവിതവും വേണം. അവൻ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ താലന്തുകൾ ദൈവനാമത്തിനായി ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി അത് ഉപയോഗിക്കുകയും ചെയ്യുന്നു. അപ്പൊ എന്തോ സംഭവിക്കുന്നത് അറിയാമോ? ഈ വിശുദ്ധ ജീവിതം നയിക്കുന്നവര് കൃപാവരങ്ങൾ ഉള്ളവരെ കുറ്റം പറയുകയും ചെയ്യും, കൃപാവരങ്ങൾ ഉള്ളവരെ വിശുദ്ധ ജീവിതം നയിക്കുന്നവരെ കുറ്റം പറയും. രണ്ടുപേരും കുറ്റം പറയും. ഇത് അങ്ങനെയല്ല, ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടതാണ്. വിശുദ്ധ ജീവിതവും കൃപാവരമൊക്കെ ഒരുപോലെ തീരണം, ബാലൻസ് ചെയ്ത് പോകണം. കുറ്റം പറയുകയല്ല ചെയ്യേണ്ടത്. വിശുദ്ധ ജീവിതം നയിക്കാത്തവനെ ഓർത്ത് കർത്താവേ അവർ വിശുദ്ധി നിലനിൽക്കുന്ന കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. മാത്രമല്ല കൃപാവരം ഉപയോഗിക്കുന്നവർ പ്രാർത്ഥിക്കണം. എന്ത് ചെയ്യണം? അവർക്ക് കർത്താവ് ഈ രീതിയിൽ അവരെ ഉപയോഗിക്കണമേ കർത്താവ് എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ചുരുക്കം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം? അവൻ പ്രാർത്ഥിക്കണം. ഇന്ന് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക? അവരങ്ങനെ ഇവരെങ്ങനെ പറഞ്ഞു. അതും അതല്ല, നമ്മൾ ശക്തമായി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം നമുക്ക് കൃപ സഹായിക്കും. അതുകൊണ്ട് യോബിന്റെ അടുക്കിലേക്ക് വന്നു. യോബിന്റെ അടുക്കിലേക്ക് സ്നേഹിതം പറഞ്ഞാൽ എന്ത് സ്നേഹിതമാണെന്ന് അറിയാമോ? ദുഃഖിപ്പിക്കുന്ന സ്നേഹിതന്മാരെന്ന് പറഞ്ഞത്. കുറ്റം പറഞ്ഞ അല്ലേ, ആദ്യം നിന്റെ കുഴപ്പം കൊണ്ടാണ് പാപം കൊണ്ടാണെന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞ് അങ്ങനെ ചെയ്ത സഹോദരന്മാർ. പക്ഷെ അവരെ ആ യോബിന്റെ അടുക്കിലേക്ക് അയക്കുമ്പോ യോബിന്റെ അടുക്കിലേക്ക് അടുക്കുമ്പോ അവരോട് അപ്പൊ പറയുന്ന കാര്യം ഉണ്ടെന്നറിയാമോ? യോബ് എന്ത് ചെയ്തെന്നറിയാമോ? അവരത് പറഞ്ഞു ഇത് പറഞ്ഞു വിഷമം വെച്ചൊന്നിരിക്കുകയല്ല, മറ്റേ കർത്താവ് ഉള്ളം തുറന്നാണ് പ്രാർത്ഥിച്ചു കൊടുക്കും. അപ്പൊ എന്താ സംഭവിച്ചെന്നറിയാമോ? അവിടെ മേലുള്ള ദൈവകോപവും മാറി. യോബിന്റെ സ്ഥിതി മാറി. യോബിന്റെ സ്ഥിതി മാറി. അവിടെ മേലുള്ള ദൈവകോപവും മാറി. അങ്ങനെയാണ് നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പല ദിവസന്മാർ വീണുകൊണ്ടിരിക്കുന്നത് ഉദ്ദേശിക്കുന്ന പോലെയുള്ള തൊള്ളല്ല. ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. പല ആളുകൾ നമ്മൾ പുറത്ത് കാണുന്ന പോലെയല്ല പല കാര്യങ്ങളും. രഹസ്യ ജീവിതം പലതും കുഴഞ്ഞു പറഞ്ഞു കിടക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കണം. ദിവസം പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ 2 കാര്യം കിട്ടും. ഒന്ന് നമുക്ക് കൃപയും കിട്ടും, അവരെ ദൈവം യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് കുറ്റം പറയല് പല കാര്യങ്ങളും കാണും. കുറ്റം പറയലും അതൊക്കെ നമ്മുടെ ഒത്തിരി നടക്കുന്നു. നമ്മൾ അതിൽ നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കുക. കർത്താവേ അവരെ സ്വന്തം അങ്ങനെ ഒരു അവസരം പോകുന്നുണ്ടെങ്കിൽ അവൻ കൃപയിലേക്ക് നയിക്കണമേ, യഥാർത്ഥമായി യഥാസ്ഥാനപ്പെടുത്തണമേ. കർത്താവേ ശരിയായ രീതിയിൽ ആ നിലയിൽ കൃപ പ്രബോധിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചു. സകല മനുഷ്യനോട് എന്ത് ചെയ്യണം? സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഇതിനെ ഉത്സാഹിക്കണം. അവ ഒരിക്കലും എന്റെ വീടിന് മുന്നിൽ ദൈവമക്കളായിരിക്കുന്ന ആളുകൾ ആ ദൈവമക്കളായിരിക്കുന്നവര് ഒരിക്കലും അവിടേതാകുന്ന അവിടെ ഞങ്ങളുടെ പെരകിന്റെ അടിയിൽ ഒരു കോഴി നിന്ന് കൊക്കുക.
പൊക്കണ കണ്ടപ്പോ ഞാൻ നോക്കിയത് ഞങ്ങളുടെ കോഴിയല്ലല്ലോ എന്ന് വെച്ച് ഞാൻ നോക്കിയപ്പോ 10 കോഴിമുട്ട ഇരിക്കാൻ കഴിയും. 10 കോഴിമുട്ട. ഈ കോഴിമുട്ട കണ്ടപ്പോ ഞാൻ പറഞ്ഞു അയ്യോ ഇത് നമ്മുടെ കോഴിയുടെ മുട്ടയില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തു ആ 10 എടുത്ത് അവർക്ക് കൂടി കൊടുക്കും. അപ്പൊ അവര് പറഞ്ഞു ഇത്രയും മുട്ടയൊന്നുമല്ല കോഴിയിട്ടേക്കണേ, കുറെ മുട്ടയിട്ടുണ്ട്, അതിൽ 10 മാത്രം തന്നിട്ടുള്ളൂ. പിന്നെ വഴക്ക് മൂത്ത് ബന്ധുക്കോസുകാരെ തുണിയൊക്കെ പൊക്കി കാണിച്ചു. അത് അവസരേക്ക് എത്തി, അത്ര മോശകരമായ അവസരേക്ക് എത്തി. ലാസ്റ്റ് പറഞ്ഞു അങ്ങോട്ടും ഇല്ല, ഈ ഞങ്ങൾ അങ്ങോട്ടും ഇല്ലേ ഇങ്ങോട്ടില്ല ബന്ധത്തിലേക്ക് വന്നു. ആ സമയത്ത് ആമേശ്വരൻ കർത്താവ് പറഞ്ഞു സകല മനുഷ്യരോട് സമാധാനമായിരിക്കണമെന്ന് കർത്താവ് എന്നോട് പറഞ്ഞു. സ്വതന്ത്രം എങ്ങനെ സമാധാനിക്കും? ഈ ഇങ്ങനെ യുദ്ധത്തിൽ നിൽക്കുന്ന എങ്ങനെ സമാധാനിക്കും? ആമയെ സ്വതന്ത്രം ഞാൻ അവരുടെ വീടിന്റെ വഴി ആ സൈനികപ്പെടുത്ത അവിടെ പോകും. അവിടെ പോകുമ്പോൾ ഇവരെ കാണും. ഇവരെ കാണുമ്പോൾ എന്റെ മാതാപിതാക്കളുടെ കൂടെ ഉണ്ടാവില്ല. ഇവരെ കാണുമ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ അങ്ങനെ പറഞ്ഞേ സമാധാനം അങ്ങടാതിരിക്കാതെ പറഞ്ഞേക്കണം. അവൻ സ്വതന്ത്രം അവൻ അപ്പൊ ഞാൻ അപ്പൊ പറഞ്ഞപ്പോ ആദ്യം മിണ്ടിയില്ല. പിന്നെ പിന്നെ കാണുമ്പോൾ ഞാൻ ചോദിക്കാൻ വേണ്ടി ഞാൻ വിളിക്കാതാ ഇവരും പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ സെറ്റായി സമാധാനായി. അങ്ങനെ ഒരു ദിവസം ഞാൻ പോകുമ്പോ എന്റെ അപ്പനും അമ്മയും കൂടി എന്റെ കൂടെ വന്നു. ഇവര് ഭയങ്കര സന്തൃപ്ത. ഞാന് അദ്ദേഹത്തെ കണ്ടപ്പോ ചേട്ടാ എന്തൊക്കെയുണ്ട്? ഞാന് വലിയ നല്ല വിശേഷടാ. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഞാൻ ഇവരുടെ സെറ്റിലാണ്. അങ്ങനെ സമാധാനമായി ഇന്ന് ഞങ്ങൾ ഭയങ്കര സ്നേഹത്തിലാണ്, വളരെ സ്നേഹത്തിലാണ്. ഞാൻ പറഞ്ഞത് സമാധാനമായിരിക്കും, ഇങ്ങനെ സമാധാനമായിരിക്കും. അല്ലാണ്ട് അവരത് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് വരട്ടെ എന്റെ പാദപത്തിലേക്ക് വരട്ടെന്ന് പറഞ്ഞ് എന്ത് ചെയ്യരുത്. ഒരിക്കലും പാദപത്തിലേക്ക് വരില്ല എന്ന് മനസ്സിലാക്കാം. മത്തായി സുവിശേഷം 18-ാം അധ്യായത്തില് അതിന്റെ 15-ാം വാക്യം വായിച്ചു. അവരിങ്ങോട്ടൊന്നും വരില്ല, അവര് ദൈവത്തിന് പോയിരിക്കുക. പിന്നെ എങ്ങനെ ഇങ്ങോട്ട് തന്നെ നിന്റെ സഹോദരൻ എന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക. ആര് ചെല്ലാൻ? സഹോദരൻ നിന്നോട് പിഴച്ചു എന്നിട്ട് നീ ചെന്നു. മനസ്സിലായില്ല? നമ്മൾ പറഞ്ഞ എന്റെ ഭാഗത്ത് 100% ഉണ്ട്, എനിക്ക് ഒരു തെറ്റിലും എനിക്ക് നല്ല ബോധ്യമുണ്ട്, ദൈവത്തിന് മുമ്പിലും എല്ലാവരും നല്ല ബോധ്യമുണ്ട്, എനിക്ക് കുഴപ്പമില്ല. എന്നിട്ടും ആൾ അങ്ങനെ ചെയ്തു. അതുകൊണ്ട് അവർ ഇങ്ങോട്ട് വരട്ടെ, എന്റെ പാതോട്ട് മുട്ട് വളക്കട്ടെ എന്ന് പറഞ്ഞിരിക്കും. ഞാൻ ബൈബിളത്തെ പഠിപ്പിക്കുന്നത് മനസ്സിലാക്കണം, നിങ്ങൾ തിരിച്ചറിയണം. അത് ആ ബോധ്യം കിട്ടാൻ ഇത് പറയും. അവിടെ ഇരിക്കുന്ന എങ്ങനെയാണ്? നിന്റെ സഹോദരൻ നിന്നോട് നീ പഠിച്ചിട്ടില്ല, നിന്നോട് പിഴച്ചാൽ നീ ചെല്ലണം. ക്ഷമ പറയാൻ കൂടിയല്ല, നീ എന്താ പറയണെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ എന്തെങ്കിലും വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ അടുക്കലേക്ക് ആദ്യം, അല്ലാണ്ട് മൂന്നാമതൊരാളെ അറിയിക്കാൻ പാടില്ല. ഇന്ന് അങ്ങനെയല്ല ചെയ്യുന്നത്. ആദ്യം എന്ത് ചെയ്യും? ആ വ്യക്തിയോട് ഉണ്ടെങ്കിൽ പറയും, ആദ്യം 3-4 ആളുകളൊക്കെ പറഞ്ഞ് അല്ലെ പറയാം. അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. വചനത്തിന്റെ അതേ പറഞ്ഞു, വിശുദ്ധീകരണം എന്ന് പറയുന്നത് വചനത്തിന്റെ വ്യവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴാണ് വിശുദ്ധീകരണം സംഭവിക്കുന്നത്. നമ്മൾ വചനത്തിന് വിരുദ്ധമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിശുദ്ധരല്ല, വിശുദ്ധ ജീവിതത്തിലല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ദൈവത്തിന്റെ വചന വ്യവസ്ഥ എങ്ങനെയാണ്? ഒരു വ്യക്തി എന്നോട് നിങ്ങളോടും അവർ കാരണമില്ലാതെ ഒരു കാരണമില്ലാതെ അവർ വഴക്കടിച്ചു എന്ന് ചോദിച്ചു. പക്ഷെ അപ്പോൾ വചനം പറഞ്ഞു നീ ചെല്ലണം. ഇനി അടുത്തത് എന്തിനാ നമ്മൾ പോകുന്നത്? ക്ഷമ പറയാൻ പോണില്ല, പിന്നെ എന്തിനാ? കുറ്റം അവന് ബോധപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ കുറ്റം അവന് ബോധപ്പെടുത്തണമെങ്കിൽ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് വേണം പോകാൻ. കർത്താവേ ഞാൻ പറയുമ്പോ അങ്ങനെ അടുത്ത് വെച്ച് അവൻ നിന്റെ വാക്ക് കേട്ടാൽ നേടി. എന്റെ അടുത്ത് എന്താ? നമ്മുടെ നാട്ടുകാരെ കാണാൻ പോണില്ലേ? ആത്മവാർത്തോട് കർത്താവേ പിശാചിനെ കളിക്കെടുക്കാൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്, നരകത്തിലേക്ക് പോയിക്കൊണ്ട് കർത്താവേ രക്ഷിക്കണമേ അവൻ വിടുവിക്കണമേ എന്ന് പറഞ്ഞ ആത്മവാർത്തോടല്ലേ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ കാരണമില്ലാതെ ഒരു വ്യക്തി നിങ്ങൾക്കെതിരെ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അതിനർത്ഥം അവൻ ദൈവത്തിൽ നിന്ന് പോയി. അത് എത്ര വലിയ പ്രവാചകനാണെങ്കിലും അപ്പോസ്തലനാണെന്ന് പറഞ്ഞാലും വലിയ വിശുദ്ധനെന്ന പേര് പറഞ്ഞ് നടക്കുന്ന വ്യക്തിയാണെങ്കിലും ആ വ്യക്തി ഒരു കാരണമില്ലാതെ നിങ്ങൾക്കെതിരെ സംസാരിച്ചാൽ നീ അറിയാതെ അവൻ മനസ്സാവാതെ അറിയാത്ത കാര്യമായിരിക്കും സംസാരിച്ചാൽ അതിനർത്ഥം ആ വ്യക്തി ദൈവത്തിൽ നിന്ന് പോയി. അതുകൊണ്ട് ആ ദൈവമേ എന്നോട് കാരണമില്ലാതെ സംസാരിച്ചപ്പോൾ ആ വ്യക്തി നിന്നിൽ നിന്ന് പോയല്ലോ എന്നുള്ള ആത്മവാദത്തോടുകൂടി ആ മനുഷ്യന് ഞാൻ പറയുന്ന സമയത്ത് ആ മനുഷ്യന് ബോധം വന്ന് ആ വ്യക്തിക്ക് മടങ്ങിയുള്ള കൃപ കൊടുക്കണമേ എന്ന് പറഞ്ഞ ആത്മവാദത്തോടു കൂടിയാണ് ആ വ്യക്തിയെ നേടാൻ പോവുക. മനസ്സിലാകുന്നുണ്ട്? നമ്മളങ്ങനെ വല്ല ചിന്തിച്ചിട്ടുണ്ട്? നമ്മളങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പാദവത്തിൽ വരണം പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു പാദവത്തിൽ വല്ല പാദവത്തിൽ പോയി, പാദവത്തിൽ പോയിരിക്കുകയാണ്. അപ്പോസ്തലനായിരിക്കും വാദനക്കായിരിക്കും പോയി കഴിഞ്ഞു. എവിടുന്ന്? അതുകൊണ്ട് ദൈവമക്കളെ നമ്മൾ ആത്മമാർഗത്തോടെ പറഞ്ഞു കർത്താവേ ആ വ്യക്തി നഷ്ടപ്പെട്ടുള്ള കർത്താവ് എന്നെ കാരണം കൂടാതെയാണല്ലോ ആ മനുഷ്യൻ ഒരു കാരണമില്ലാതെയാണല്ലോ എന്നെ ചെയ്യുന്നത്. നമ്മൾ ആ വ്യക്തിയുടെ എന്നെ പറയേണ്ടതെന്ന് അറിയാമോ? എന്റെ സഹോദര, നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് കുറ്റക്കുറവൊക്കെ ഉണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ നിങ്ങൾ പറഞ്ഞ വിഷയത്തിൽ 100% എന്റെ ഭാഗത്ത് നിന്നുണ്ട്.
ശരിയാണ് എന്ന് പറയുമ്പോൾ അപ്പൊ ആ മനുഷ്യൻ ചിന്തിക്കുക, അയ്യോ അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് ഈ വിഷയത്തിൽ ഉണ്ടല്ലേ, അയ്യോ ഞാൻ ആ വ്യക്തി പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ട് പറഞ്ഞു പോയതാട്ടോ, എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ നമ്മൾ നേടി നേടി നേടി. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ സ്വതം നമ്മൾ നിമിത്തം നമ്മൾ അത് നേടാൻ പോയില്ലെങ്കിൽ ആ വ്യക്തി നഷ്ടപ്പെട്ടു പോയാൽ എന്ത് സംഭവിക്കും? പലരും പറഞ്ഞു നീതിമാൻ തന്നെ നീതി വിട്ട് തിരിഞ്ഞ്, ഇങ്ങനെ വേണ്ടിയിരിക്കണേ, നീതിമാൻ തന്നെ നീതി വിട്ട് ഇങ്ങനെ കുഴപ്പം കാണിച്ചിട്ട് വിട്ടു തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ അവൻ ചെയ്തതൊന്നും ദൈവത്തിന്റെ കണക്കിടില്ല. മനസ്സിലാവുന്നല്ലോ? എത്ര കാര്യം നല്ല ചെയ്തത് പുള്ളിയാന്ന് പറഞ്ഞാലും അവൻ ഇങ്ങനെ ചെയ്തു പോയാൽ അവനോട് ദൈവം ആ നല്ല ചെയ്തതൊന്നും കണക്കിടില്ലെന്ന്. അതുകൊണ്ട് നീ അവനെ ഓർപ്പിക്കാതെ അവൻ മരിച്ചു പോയാൽ അവന്റെ രക്തം ഞാൻ നിന്നോട് ചോദിക്കും. പാട്ടും പാടി പറയാൻ മതി, അങ്ങനെയല്ല. ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര അമേസത്തിൽ വളരെ ജീവിതമാണ് ക്രിസ്ത്യ ജീവിതം. ഇത് ഒരുപാട് സാധനമുണ്ട്. ഇല്ല എങ്കിൽ നമ്മൾ ആരോടെങ്കിലും വഴക്കടിച്ച് ഇങ്ങനെ വെറുപ്പ് വെച്ചോട്ടൊക്കെ ഇരുന്ന് മുന്നോട്ട് പാതകത്തിൽ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ അമേശ്വരം അവന്റെ ഉത്തരവാദിത്വം നമ്മൾ നശിച്ചു പോയാൽ അവൻ അപ്പം തന്നെ മരിച്ചു പോയാൽ അവന്റെ കണക്കൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. സ്വതന്ത്രം വലിയ ഉത്തരവാദിത്തമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഇനിയും അടുത്ത വയസ്സ് ഇനി അവൻ കേട്ടില്ല എന്നിരിക്കാം, അപ്പോഴാണ് മൂന്നാമതൊരാൾ വരുന്നത്. ഇത് അവൻ കേട്ടില്ല, അവൻ നമ്മൾ പറഞ്ഞ കാര്യം നേടി, അവൻ നേടാൻ പോയിട്ട് അവൻ നേടി, അവൻ വന്നില്ല, അവൻ അത് നോക്കുന്നല്ല അങ്ങനെ പറഞ്ഞു അടിച്ച് നമ്മൾ തീ അടങ്ങി മാത്രം മൂന്നാമതൊരാൾ വരും. അതെന്തിനാ മൂന്നാമതാണ് വരുന്നത്? ഒരു അവസരം കൂടി അവൻ കൊടുക്കുകയാണ്. അവൻ മടങ്ങി വരുവാൻ ഒരു അവസരം കൂടി നമ്മൾ കൊടുക്കുകയാണ് മൂന്നാമതൊരാളെ. അടുത്തത് ഇനി അതും കഴിഞ്ഞിട്ട് എന്ത് ചെയ്തില്ല, ഇനി അതും കഴിഞ്ഞിട്ട് അവൻ അത് കൂട്ടാക്കണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? ദൈവസഭയോട് അറിയിക്കണം. ഇങ്ങനെയാണെങ്കിൽ എത്ര പേര് ശരിയായാലല്ലേ? ഇതിപ്പോ എന്താണെന്നറിയോ? അവൻ ശരിയായില്ല, അതവൻ പോട്ടെ, അവൻ വഴി അവൻ നശിച്ചത് മാത്രമല്ല അവൻ അനേകം നശിപ്പിച്ചുകൊണ്ട് പോവുക. മറ്റേ കാട്ടുകുതിരെ പോലെ പോയിക്കൊണ്ടിരിക്കുക, വെടിയേറ്റം എല്ലാം കാണാൻ കുത്തി മറിച്ച് പോകണം, വഴി എല്ലാം കുത്തിവെച്ചാൽ പോയിക്കൊണ്ടിരിക്കുക. അവന് സ്റ്റോപ്പ് ഇടണം. നമ്മൾ സ്വതന്ത്രം അവസരം കൊടുത്താൽ സ്റ്റോപ്പ് ഇടണം. അവസരം കൊടുത്ത് ചെയ്യണം, അവരെ സ്റ്റോപ്പ് ഇടണം. മൂന്നാമത് സഭയോട് അറിയിച്ചു. സഭയോട് അറിയിച്ചിട്ടും അവൻ ഗുണപ്പെടുത്തില്ലെങ്കിൽ മാത്രമേ ഒരു അന്യാധികാരിയെ പോലെ കണക്കാൻ പറ്റൂ. അതുവരെയും നമ്മൾ പിന്നെ ഈ അവസരങ്ങൾ കൊടുക്കും. അവൻ നേടിയെടുക്കാൻ ശ്രമിക്കണം, എങ്ങനെയെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ വ്യക്തി ആത്മാവാണ്, സർവ്വലോകത്തിലുള്ള വലിയൊരു വ്യക്തിത്വമാണ്. അവൻ ദൈവത്തിൽ വന്നിട്ടും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എങ്ങനെയെങ്കിലും ഏത് വിധേയനെങ്കിലും അവൻ നേടിയെടുക്കാൻ വേണ്ടി അവൻ ചുരുക്കം പറഞ്ഞ് എന്റെ നിമിത്തം ഒരു വ്യക്തി പോലും നശിച്ചു പോകാൻ പാടില്ല. ഹല്ലേലൂയ. എനിക്കൊരു നിർബന്ധമാണ്, എനിക്ക് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ്. എന്റെ നിമിത്തം എന്റെ വാക്കുകൊണ്ട് ഇടപാടുകൊണ്ട് ഒരു വ്യക്തി ഒന്നും പോകരുത്, നഷ്ടപ്പെട്ടു പോകുന്നത്. ഞാൻ അതിനു വേണ്ടി എന്റെ ഭാഗത്ത് എന്തെങ്കിലും വന്നു അവൻ മാറി നിൽക്കുകയാണെങ്കിൽ അത് കാല് പോലും പിടിക്കാൻ വേണ്ടി എന്തിനും തയ്യാറാണ് നിൽക്കുക. സ്വതന്ത്രം നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ പോകുന്നത് അല്ലെ? എല്ലാ യേശുവിന്റെ തല്ലി കിട്ടുന്നു, ചീത്തവിളി കേൾക്കും, ഞാൻ ഇതിന്റെ കൊണ്ട് പോടാന്ന് പറഞ്ഞാൽ മോദി കയറി ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നിട്ട് നമ്മൾ സഹിച്ചെന്ത് ചെയ്യാൻ പോവുക? എന്തിനാ ആത്മാവ് സർവ്വലോകത്തിന് വലിയോടെന്ന് പറഞ്ഞ് നേടാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് സകല മനുഷ്യനോട് സമാധാനമായിരിക്കുക. അമിസ്തോത്രം നമുക്ക് ഇതിലെല്ലാം പ്രവർത്തിക്കുക ഒക്കെ ചെയ്യും, എന്തെല്ലാം ചെയ്താലും നമുക്ക് വേറെ ഒന്നുമില്ല, നമുക്ക് അവരെ സ്നേഹിക്കാനും. ഇനി ആ ശത്രു പെരുമാറിയ വ്യക്തി ഇനി ഒരു സമയം വരുമ്പോൾ പറയും എന്നെ സഹായിക്കാൻ വേണ്ടി ഒരു അവസരം നമ്മൾ സന്തോഷത്തോടെ ചെയ്യും. അവസരമായി കരുതും, അവസരം മുതലാക്കണം. സ്വതം ഇങ്ങനെയൊക്കെ അവസരം മുതലാക്കാന്നൊക്കെ പറഞ്ഞു അല്ലേ? നമ്മൾ പലപ്പോഴും പ്രസംഗം കിട്ടാൻ അവർ പ്രാർത്ഥിക്കുമ്പോൾ അതിൽ അവസരമാണ്, അവസരം പാടാക്കലെന്നൊക്കെ പറഞ്ഞു പറയാറുണ്ട്. പക്ഷെ അതൊന്നും അല്ല അവസരം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു അവസരം എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരിക്കലും പാടാക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ അത് പ്രതിഫലം നിങ്ങളുടെ പ്രതിഫലം വലുതാകും. അടുത്തത് അത്യുന്നതനാകുന്ന ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. എന്നിട്ട് അടുത്തത് അത് അപ്പന്റെ സ്വഭാവം പറയുകയാണ്, അവൻ നന്ദി കേട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവല്ലോ. പറഞ്ഞാൽ നമ്മുടെ പുത്രത്തെ ഉറപ്പിക്കുകയാണ്. ഞാൻ ദൈവത്തിലാണ്. ഒരു സുവിശേഷം പറയാൻ പറ്റിയെങ്കിലും ഞാൻ ദൈവത്തിലാണ്. എന്നിട്ടും ദൈവത്തിന്റെ സന്നിധാനത്തിൽ ന്യായവിധിക്കുന്ന അവസരമാണ്. കണ്ടോ, എന്റെ മോൻ ആവശ്യത്തിൽ നീ സത്യത പെരുമാറിയിട്ടും നിനക്ക് വേണ്ടി നന്മ ചെയ്തു, അതൊക്കെ ചെയ്തിട്ടും നീ എന്തുകൊണ്ട് വരങ്ങി വന്നില്ല? ആവശ്യം ഇത് കണ്ടിട്ടും അവൻ ദൈവത്തിലാണെന്ന് നീ പറഞ്ഞു. അവൻ ദൈവത്തിലായതുകൊണ്ടാണ് എന്നോട് അങ്ങനെ ക്ഷമിക്കുകയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു. ആമേ, പക്ഷെ നീ എന്തുകൊണ്ട് കർത്താവിലേക്ക് വന്നില്ല, അന്വേഷിച്ച് വന്നില്ല എന്ന് പറയാൻ വേണ്ടി ദൈവസന്നിധിയിൽ എന്താണ് ഒരു എന്താ പറയുന്നത്, ദൈവത്തിന്റെ
ഒരു സംഗതി ദൈവത്തിനെ അവരെ ന്യായീകരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി നമ്മൾ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് എന്നിൽ കൂടി ദൈവമക്കളാന്ന് വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു പെന്തക്കോസ്തുകാരനാണെന്ന് വെളിപ്പെടുത്താനല്ല. ഒരു ദൈവത്തിലായി അവൻ നമ്മുടെ ദൈവം അവൻ ദുഷ്ടന്മാരോടും ദുഷ്ടന്മാരോടും നന്ദികേട്ടോടും ദയാലുവായ അവൻ ആ ദൈവത്തിന്റെ മകനാണ്, മകളാണ്. അവൻ ആ രീതിയിൽ നമ്മളെ വെളിപ്പെടുത്തുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു.